ഹായ് മക്കളെ, ദിസ് ഈസ് പ്രണവ് ഹിയർ. വിന്നേഴ്സ് കോച്ചിങ് സെന്റർ ഈ വരുന്ന ഫസ്റ്റ് ടെർമിനൽ എക്സാം അഥവാ നമ്മളുടെ ഓണം എക്സാമിനോട് അനുബന്ധിച്ച് നടത്തുന്ന അക്കാഡമിക് ഇൻസൈറ്റ് എന്നുള്ള ഞങ്ങളുടെ റിവിഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിന്റെ തേർഡ് ചാപ്റ്റർ, 10ാം ക്ലാസ്സിന്റെ ഫിസിക്സിന്റെ തേർഡ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തേർഡ് ചാപ്റ്ററിന്റെ പേര് നമുക്ക് വെച്ച് നോക്കാം. ആദ്യം തൊട്ട് മുതൽ നോക്കാം. മൂന്നാമത്തെ ചാപ്റ്റർ ഫിസിക്സിന്റെ കിടക്കുന്നത് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം. അപ്പൊ മുൻ വർഷങ്ങളിൽ 2023, 2022 വർഷങ്ങളിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ചോദ്യപേപ്പർ, ഓണം എക്സാമിന്റെ ചോദ്യപേപ്പർ നോക്കുമ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു മാർക്കിന് പോലും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. പക്ഷേ ഈ വർഷം നമ്മൾക്ക് ഓണം കുറച്ച് വൈകിയാണ് വന്നിരുന്നത് അല്ലെ. നമ്മളുടെ സെലിബ്രേഷൻസ് ഒക്കെ സെപ്റ്റംബർ 15 മാറിയിരിക്കുന്നത്. അതനുസരിച്ച് പോർഷൻസും കൂടുതൽ ഉണ്ടാകുമെന്നാണ് സ്കൂളുകാരും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എക്സ്പെക്റ്റഡ് പോർഷൻസ് വളരെ കുറവാണ്. മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നാണെങ്കിൽ പോലും എക്സ്പെക്റ്റഡ് പോർഷൻസ് നമുക്ക് വളരെ കുറവാണ്. എങ്കിലും നമുക്ക് ചാൻസുകൾ എടുക്കാൻ വയ്യ, അല്ലെങ്കിൽ നമുക്ക് റിസ്കുകൾ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ മുഴുവനായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് പോവാം. പാഠത്തിന്റെ പേര് നമ്മൾ ഒന്നുകൂടി നോക്കാം. ഈ പാഠത്തിന്റെ പേര് നമുക്കൊരു ഡെഫിനിഷൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം. ആദ്യം തന്നെ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇതേപോലെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ടായി. ഒരു സോളിനോയിഡിലേക്ക് നമ്മളൊരു മാഗ്നറ്റ് ഇൻസേർട്ട് ചെയ്യുന്നതും എക്സേർട്ട് ചെയ്യുന്നതുമായിട്ട്, ഒരു മാഗ്നറ്റ് ഉള്ളിലേക്ക് കടത്തുന്നതും പുറത്തേക്ക് എടുക്കുന്നതുമായിട്ട്. ഈ രണ്ട് സന്ദർഭങ്ങളിലും ഇവിടെ ഒരു ഗാൽവനോമീറ്റേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സന്ദർഭങ്ങളിലും ഗാൽവനോമീറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ടായി. ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന സമയത്തും പുറത്തേക്ക് എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് കണ്ടു? ആ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ കണ്ടു. അവിടെ എന്തോ ഒരു ഫോഴ്സ്, ഒരു EMF പ്രൊഡ്യൂസ് ആവുന്നതായിട്ട് കണ്ടു. ഇവിടെ എല്ലാം നടക്കുന്ന ഒരു ഫിനോമിനൻ അഥവാ പ്രതിഭാസം എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നാണ്. വാട്ട് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ എന്താണ് വൈദ്യുത കാന്തിക പ്രേരണം? ഇതിന്റെ ഡെഫിനിഷൻ മക്കൾ പഠിച്ചിട്ട് പോകണം. എപ്പോഴെങ്കിലും ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. whenever there is a change in magnetic flux linked with a coil, an EMF is induced in the coil. ഒരു കോയിലുമായി, ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിച്ചാൽ ആ കോയിലിൽ ഒരു EMF പ്രേരിതമാകുന്നു. ഇതിനെയാണ്, ഈ ഫിനോമിനൻ, ഈ പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇപ്പോൾ ഡെഫിനിഷൻ ആദ്യം തന്നെ ഭംഗിയായിട്ട് പഠിക്കണം. ഇപ്പൊ പാഠത്തിന്റെ പേര് തന്നെ നമുക്ക് ആ പാഠം പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് ഡെഫിനിഷനായിട്ട് പഠിക്കാനുണ്ട്. ഡെഫിനിഷൻ നിർബന്ധമായിട്ട് പഠിച്ചു പോകുക. ഡെഫിനിഷൻ ഡയറക്റ്റ് ഒരിക്കലും ചോദിക്കാൻ പോകുന്നില്ല. ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ ഭാഗമായി A ക്വസ്റ്റ്യനോ B ക്വസ്റ്റ്യനോ C ക്വസ്റ്റ്യനോ ഒക്കെ ആയിട്ട് നമുക്കിത് ചോദിക്കാം. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ മക്കൾ ഇത് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പേജ് നമ്പർ 48 ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ ഗവൺമെന്റ് അംഗീകൃതമായി നൽകിയിട്ടുള്ള ടെക്സ്റ്റില് പേജ് നമ്പർ 48 പരിശോധിച്ച് കഴിഞ്ഞാൽ ദേ ഈ കിടക്കുന്ന ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയത്തിലും സെയിം പേജ് നമ്പർ ഈ കിടക്കുന്ന സാറ് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഈ രണ്ട് ബോക്സസ് ആണ് സാർ ഇപ്പോൾ കാണിച്ച ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഈ നോട്ട് കിടക്കുന്നത്. അപ്പോൾ അത് ഭംഗിയായിട്ട് പഠിക്കാം. പിന്നീട് നമ്മൾ പോകുന്നത് ഈ ഇൻഡ്യൂസ്ഡ് EMFനെ അഫക്റ്റ് ചെയ്യുന്ന, ഇത്തരത്തിലുണ്ടാവുന്ന EMFനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡ്യൂസ്ഡ് EMF, പ്രേരിത EMFനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. 3 ഘടകങ്ങൾ പഠിച്ചിട്ട് പോവാ. 2 എണ്ണമൊക്കെ ആയിരിക്കും എഴുതാനായിട്ട് ചോദിക്കുന്നത്, എങ്കിലും 3 എണ്ണം പഠിച്ചിട്ട് പോവാമെങ്കിൽ അവിടെ എത്തുമ്പോൾ നമുക്ക് 2 എണ്ണം ഓർമ്മ വരത്തുള്ളൂ. ഒന്നാമത് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ, ചുറ്റുകളുടെ എണ്ണം, കോയിലിന്റെ ചുറ്റുകളുടെ എണ്ണം. രണ്ടാമത് പറയുന്നത് സ്ട്രെങ്തോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്, കാന്തത്തിന്റെ ശക്തി, നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചതും അല്ലെങ്കിൽ പുറത്തേക്ക് എടുത്തതുമായിട്ടുള്ള കാന്തത്തിന്റെ ശക്തി. മൂന്നാമത് പറയുന്നത് സ്പീഡ് ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ ഓർ ദ സോളിനോഡ് അല്ലെങ്കിൽ മാഗ്നറ്റിന്റെയോ കാന്തത്തിന്റെയോ നമ്മളുടെ സോളിനോഡിന്റെയോ വേഗത. നമ്മളിങ്ങനെ പുറത്തേക്ക് എടുക്കുന്നതും അകത്തേക്ക് എടുക്കുന്നതൊക്കെയായിട്ടുള്ള ആ ഒരു സ്പീഡ്. ഈ ഘടകങ്ങളെല്ലാം എന്തിനെ സ്വാധീനിക്കും? നമ്മുടെ ഇൻഡ്യൂസ്ഡ് EMFനെ സ്വാധീനിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ വരുന്ന രീതി സാർ ഒന്നുകൂടി പറഞ്ഞു, ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇൻഡ്യൂസ്ഡ് EMFനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ്, പ്രേരിത EMFനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് 3 പോയിന്റുകൾ പഠിച്ചിട്ട് പോവുക. നമ്പർ ഓഫ് ടേൺസ്, രണ്ടാമത് പറഞ്ഞത് എന്താണ്? സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ്, കാന്തത്തിന്റെ ശക്തി. മൂന്നാമത് സ്പീഡ്. അപ്പോൾ ഓരോന്നിനും ഒരു കീവേഡ് ഇട്ട് പഠിക്കുക. മൂന്നാമത്തെ കീവേഡ് സ്പീഡ് എന്ന് പഠിക്കുക. രണ്ടാമത്തത് വേണമെങ്കിൽ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് എന്ന് പഠിക്കുക. ഒന്നാമത് നമ്പർ ഓഫ് ടേൺസ്. മൂന്നാമത്തെ പോയിന്റ് ആണ് എപ്പോഴും മറന്നു പോകുന്നത്. അതൊരു സ്പീഡ് എന്നുള്ള, വേഗത എന്നുള്ള വാക്ക് വെച്ചിട്ട് പഠിക്കാം. അപ്പോൾ ശേഷം നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോൾ ഫ്ലെമിങ്ങിന്റെ ഒരു റൂള്.
നിങ്ങൾക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള രണ്ടാമത്തെ ചാപ്റ്ററിലും കാന്തിക ഫലങ്ങളിലും ഒരു റൂള് പഠിക്കാനുണ്ട്. അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ലാത്ത റൂളാണ് ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ, വലത് കൈ നിയമം. വലത് കൈ പിടിക്കേണ്ട രീതി ഇടത് കൈ കൊണ്ട് പിടിച്ച അതേ രീതി തന്നെ നമ്മൾ വലത് കൈ ഉപയോഗിച്ച് 3 ഫിംഗറുകൾ 3 വിരലുകൾ പരസ്പരം പെർപെൻഡിക്കുലർ, പരസ്പരം ലംബമായി തന്നെ പിടിക്കുക. സാറ് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചത് കൂടാതെ സാർ ഒരു ഫിഗർ കാണിച്ചു തന്നിരിക്കുക, പരസ്പരം ലംബമായി 3 ഫിംഗറുകളും പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കാം. ഓരോ ഫിംഗറുകളും പോയിന്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഫാദർ മദർ ചൈൽഡ് എന്ത് രീതിയിൽ വേണമെങ്കിലും പഠിച്ചോ. ഓരോ ഫിംഗറുകളും ഓരോ വിരലുകളും പോയിന്റ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ഓർക്കുക. നമ്മുടെ തള്ളവിരൽ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ, ചാലകത്തിന്റെ ചലനദിശ. ദെൻ ചൂണ്ടുവിരൽ 4 ഫിംഗർ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലത്തിന്റെ ദിശ. ദെൻ മിഡിൽ ഫിംഗർ അഥവാ നമ്മളുടെ നടുവിരൽ കറണ്ടിന്റെ ദിശ, അഥവാ നമ്മളുടെ കറണ്ടിന്റെ വൈദ്യുതിയുടെ ദിശ, സി. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ഏതായിരുന്നു? ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഇത് പഠിച്ചിട്ട് പോകണം എപ്പോഴാണ് ഈ റൂള് അപ്ലൈ ചെയ്യേണ്ടത് എന്നുകൂടി. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, സാറേ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നതല്ലേ, അത് ലെഫ്റ്റ് ആയത് ഇവിടെ റൈറ്റ് ആയി, വേറെ എന്താണ് വ്യത്യാസം? സന്ദർഭങ്ങൾ ആലോചിക്കാം. ക്വസ്റ്റ്യൻ അനുസരിച്ച്, സന്ദർഭം അനുസരിച്ച് വേണം റൂൾ ഉപയോഗിക്കാനായിട്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതിൽ പറയുന്നുണ്ട് ഇമാജിൻ എ കണ്ടക്ടർ മൂവിങ് പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കാന്തിക മണ്ഡലത്തിന് ലംബമായി ഒരാൾ സഞ്ചരിക്കുമ്പോൾ, ഒരു പെർപെൻഡിക്കുലർലി ഒരു കണ്ടക്ടർ സഞ്ചരിക്കുമ്പോൾ, അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഏത് റൂളാണ് ഉപയോഗിക്കുന്നത്? ഫിഗർ നോക്കി മനസ്സിലാക്കുക ഏത് റൂൾ ഉപയോഗിക്കണം. ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂള് ഉപയോഗിക്കണം. അത് തന്നെ സാറ് മലയാളത്തിൽ കാണിച്ചിരിക്കുന്നു, 3 വിരലുകൾ. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഒരു ചാലകത്തെ കാന്തിക മണ്ഡലത്തിന് ലംബമായി ചലിപ്പിക്കുന്നത് 90 ഡിഗ്രിയിൽ പെർപെൻഡിക്കുലറായി ചലിപ്പിക്കുന്ന സമയങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നമ്മൾ ഏത് ഉപയോഗിക്കുന്നു? റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നു. റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ പഠിക്കാനായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ പേജ് നമ്പർ 49 ടെക്സ്റ്റ് ബുക്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും സെയിം പേജ് നമ്പറാണ് നമുക്ക് വരുന്നത്. 49ാമത്തെ പേജിൽ കിടക്കുന്നു. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുള്ളത്. അപ്പോൾ ഡെഫിനിഷൻ പഠിക്കാനായിട്ട് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചത് തന്നെ കാര്യമാണ്. അധികം സമയം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരത്തില്ല. പിന്നീട് നമ്മൾ പോകുന്നത് ഈ പാഠത്തില എ സിയും ഡി സിനെ കുറിച്ചാണ്. എ സിയും ഡി സിനെ കുറിച്ച് ടെക്സ്റ്റിൽ വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങളുണ്ട്. എ സി ഡി സി, എ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്, ദിശ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ട് ആണ്. എ സി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ഡി സി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട്, ദിശ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാത്ത കറണ്ടുകളാണ് ഡി സി എന്ന് പറയുന്നത്. അപ്പോൾ എ സിയും ഡി സിയും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. എ സി എന്നാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഡി സി എന്നാൽ ഡയറക്റ്റ് കറണ്ട്. ഫ്ലോസ് ഇൻ ബോത്ത് ഡയറക്ഷൻ, ഇരു ദിശകളിലേക്കും സഞ്ചരിക്കുന്നു. ഇൻ സെയിം ഡയറക്ഷൻ, ഒരേ ഒരു ദിശ. ഇലക്ട്രോൺസ് ഓസിലേറ്റ് ചെയ്യും, ഇലക്ട്രോൺസ് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കായിരിക്കും പോകുന്നത്. ആ പോയിന്റ്സ് നമുക്ക് ആവശ്യമില്ല. കനോട്ട് ബി സ്റ്റോർഡ്, എ സി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല, സംഭരിച്ച് വെക്കാൻ പറ്റില്ല. പക്ഷെ ഡി സി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ബാറ്ററീസിലൊക്കെ നമ്മൾ ഡി സി സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, നാലാമത് എ സി നമുക്ക് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് അപ്പാക്കാം, ഡൗൺ ആക്കാം. ട്രാൻസ്ഫോമർ, സാറിപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ട്രാൻസ്ഫോമർ. നമ്മൾ അടുത്ത ടോപ്പിക് അതാണെന്ന് എല്ലാവർക്കും അറിയാം. ട്രാൻസ്ഫോമറിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഡി സി നമുക്ക് ട്രാൻസ്ഫോമറിൽ വർക്ക് ചെയ്യാറില്ല. ഡി സി ഉപയോഗിച്ചുള്ള ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ എ സി ആണ് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ മെയിൻ റോള് ട്രാൻസ്ഫോമർക്ക് വരുന്നത് എ സിയുടെ കാര്യങ്ങളിൽ വേണ്ടിയിട്ടാണ്. അപ്പോൾ എ സിയും ഡി സിയും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസമെങ്കിലും പഠിച്ചു നോക്കുക. ഡയറക്ഷൻ, ദിശ, റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന, ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് എ സി. ദിശ മാറാത്ത, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാത്ത വൈദ്യുതിയാണ് ഡി സി എന്ന് പറയുന്നത്. എ സിയും ഡി സിയുടെയും ഇംഗ്ലീഷ് പറഞ്ഞ പോലെ തന്നെ അതിന്റെ മലയാളം സാറ് പറയുന്നു, സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, എ സി സംഭരിക്കാൻ പറ്റില്ല, ഇത് സംഭരിച്ചു വെക്കാം. ഇരു ദിശകളിലേക്കും പ്രവഹിക്കുന്നു, ഇങ്ങോട്ട് എത്തുമ്പോൾ ഒരേ ദിശയിലാണ് പ്രവഹിക്കുന്നത്. ഈ 2 പോയിന്റ്സ് ആണ് വേണ്ടത്, നമുക്ക് അത്യാവശ്യം വേണ്ടി വരുന്നത്. പിന്നീട് നമുക്ക് ഈ പാഠത്തിലെ വേറൊരു മെയിൻ ടോപ്പിക് ആയിട്ട് വരുന്നത് ജനറേറ്റർ ആണ്. ജനറേറ്റർ എന്ന് പറയുമ്പോൾ വെറും ജനറേറ്റർ അല്ല, എ സി ജനറേറ്റർ. എ സി ജനറേറ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എ സി ജനറേറ്ററിന്റെ നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് നോക്കാം. പ്രവർത്തന തത്വം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. എ സി ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതിന്റെ മേജർ പാർട്സ് നമുക്കൊന്ന് നോക്കണം. ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, ദെൻ ആർമേച്ചർ കോയിൽസ് ഉണ്ട്, സ്ലിപ്പ് റിങ്ങുകൾ, ഇയാളെ നോക്കി വെക്കാം.
മൂന്നാമത് സാറ് പറഞ്ഞ ഭാഗം ഏതാണ്? സ്ലിപ്പ് റിങ്ങുകൾ ആൻഡ് ബ്രഷസ്. ഈ 4 കാര്യങ്ങളിൽ മൂന്നാമത് പറഞ്ഞ കാര്യം ഒന്ന് നോക്കി വെക്കാൻ പറഞ്ഞു, സ്ലിപ്പ് റിങ്ങുകൾ. നമ്മൾ ഇതിന്റെ ഫിഗർ ഒന്ന് നോക്കാം. ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എക്സാമിന് വേണമെങ്കിൽ ഫിഗർ നൽകിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. ഫിഗർ നൽകിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ഈ പാഠത്തിൽ തന്നെ DC ജനറേറ്റർ പഠിക്കാനുണ്ട്. DC ജനറേറ്റർ പഠിക്കുമ്പോൾ AC-യും DC-യും തമ്മിൽ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ വേർതിരിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഈ ഫിഗറിൽ നിന്ന് തന്നെയാണ്. നോക്കി മക്കളെല്ലാവരും നോക്കി, ഇവിടെ 2 റിങ്ങുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത് അല്ലെ. ദർ ആർ 2 റിങ്സ് ഹിയർ, 2 റിങ്സ്. ഈ 2 റിങ്ങുകൾ ഉള്ളത് സ്ലിപ്പ് റിങ്സ് ആണത്. അത് ഏത് ജനറേറ്ററാണ്? AC ജനറേറ്ററാണ്. AC ജനറേറ്ററിന്റെ ഭാഗങ്ങളിലാണ് നമുക്ക് ഏത് റിങ് വരുന്നത്? സ്ലിപ്പ് റിങ്. അപ്പോൾ 2 റിങ്ങുകൾ കാണുന്നുണ്ടെങ്കിൽ അത് സ്ലിപ്പ് റിങ്ങുകളാണ്. അത് ഏത് ജനറേറ്ററാണ്? AC ജനറേറ്ററാണ്. ഓക്കെ, അതെപ്പോഴും മറന്നു പോകരുത്. 2 റിങ്സ് കാണുന്നത് സ്ലിപ്പ് റിങ്സ് ആണ്, അത് AC ജനറേറ്ററാണ്. ബാക്കി ഭാഗങ്ങൾ ബ്രഷസ്. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഇതേപോലെ ഓരോ ഭാഗങ്ങൾ തന്നിട്ട് അത് അടയാളപ്പെടുത്താൻ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഫിഗർ മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഫിഗർ മാർക്കിംഗ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഈ ഒരു റിങ് കാണിച്ചിട്ട് അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് സ്ലിപ്പ് റിങ്സ് ആണ്. ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗം, ഈ റിങ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം, അത് ബ്രഷുകളാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഫങ്ഷൻസും മക്കൾ പഠിച്ചിട്ട് പോവാ. ആ ഫീൽഡ് മാഗ്നറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ആർമേച്ചർ. കാന്തിക ശക്തി പ്രൊവൈഡ് ചെയ്യാൻ, മാഗ്നറ്റിസം അല്ലെങ്കിൽ ഫീൽഡ് മാഗ്നറ്റ് പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ ഒരു കാന്തം ഉപയോഗിക്കുന്നത്. ശേഷം സ്ലിപ്പ് റിങ്സ് നമ്മുടെ എന്തിനാണ് അതിൻ്റെ ഉപയോഗം എന്നുള്ളതും ബ്രഷുകളുടെ ഉപയോഗവും കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചിട്ട് പോവുക. മെറ്റൽ റിങ്സ് വിച്ച് ആർ വെൽഡഡ് ടുഗദർ വിത്ത് ആർമേച്ചർ കോയിൽ, ദേ റൊട്ടേറ്റ് എലോങ് വിത്ത് ദി ആർമേച്ചർ. ഇത് ആർമേച്ചറുമായി വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റിങ്ങുകൾ ആർമേച്ചർ കറങ്ങുന്നതനുസരിച്ച് ആര് കൂടി കറങ്ങുന്നു? അതിനോടൊപ്പം സ്ലിപ്പ് റിങ്ങുകൾ കൂടി കറങ്ങുന്നു. ബ്രഷുകൾ നമുക്ക് നേരത്തെ പഠിച്ചതല്ല, അല്ലെങ്കിൽ 2ാമത്തെ പാഠത്തിൽ നമ്മൾ മോട്ടർ പഠിക്കുമ്പോൾ എഴുതുന്ന ബ്രഷുകൾ ഇവിടെ എഴുതി വെക്കരുത്. 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ മോട്ടർ പഠിക്കും, അവിടെ നമ്മൾ ബ്രഷുകൾ പഠിക്കുന്നുണ്ട്. ആ ഫംഗ്ഷൻ നമ്മൾ ഇവിടെ എഴുതി വെക്കരുത്. ഇവിടെ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ which always make a contact with the slip ring, current flows through them to external circuit. പുറത്തേക്ക്, ബാഹ്യ സർക്യൂട്ടിലേക്ക് വൈദ്യുതി ഒഴുകുന്നത് പുറത്തേക്കാണ്. നമ്മളൊരു ജനറേറ്റർ ഉപയോഗിക്കുന്നത് വൈദ്യുതി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലെ. നമ്മൾ ചെറിയ ഫോംസ് തൊട്ട് വലിയ ഫോംസ് വരെ നമുക്കറിയാം. അപ്പോൾ ജനറേറ്ററിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി, ഉണ്ടാക്കുന്ന വൈദ്യുതി കറണ്ട് പുറത്തേക്ക് ഒഴുകുന്നത്, എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് ഒഴുകുന്നത്, ബാഹ്യ സർക്യൂട്ടിലേക്ക് ഒഴുകുന്നത് ഏത് വഴിയാണ്? ബ്രഷുകൾ വഴിയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഫങ്ഷൻസ് പഠിച്ചു വെക്കണം. മാർക്ക് ചെയ്തിട്ട് ഇയാളുടെ ഫംഗ്ഷൻ എഴുതൂ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നിന്ന് തന്നെ പഠിക്കാമെന്നുള്ളൂ. നിങ്ങൾക്ക് പേജ് നമ്പർ 51 പരിശോധിച്ച് കഴിഞ്ഞാൽ, ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 51 ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ കിടക്കുന്നു നമ്മളുടെ 2 ബോക്സുകൾ. എല്ലാം ഉണ്ട്. ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, സ്ലിപ്പ് റിങ്സ്, ബ്രഷസ് ഓർഡറിൽ കിടപ്പുണ്ട്. പാർട്സ് ഓഫ് എ AC ജനറേറ്റർ. ദെൻ നമ്മൾ AC ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ആംഗിൾ ഓഫ് റൊട്ടേഷൻ എന്നുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പൊതുവേ കുറവാണ്. അതിലും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇയാളുടെ ഗ്രാഫാണ്. ഒരു AC-യുടെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഗ്രാഫ് എപ്പോഴും നോക്കി വെക്കുക. 0 ഡിഗ്രിയിൽ എങ്ങനെയാണ്, 90 ഡിഗ്രിയിൽ EMF മാക്സിമത്തിലേക്ക് എത്തുന്നു, ദെൻ 180 ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ EMF മിനിമത്തിലേക്ക് എത്തുന്നു, വീണ്ടും 270യിലേക്ക് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് EMF വീണ്ടും മാക്സിമയിലെത്തി എത്തുന്നു, വീണ്ടും റൊട്ടേഷൻ പോയി 360 എത്തുമ്പോൾ EMF മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലേക്ക് എത്തുന്നു, EMF 0 ആവുന്നു. ഏതൊക്കെ സന്ദർഭങ്ങളിലേക്ക് എത്തുമ്പോൾ EMF മാക്സിമം എത്തുന്നു, ഏതൊക്കെ ആംഗിൾ, ഏതൊക്കെ കോണളവിലേക്ക് എത്തുമ്പോൾ EMF മിനിമം അഥവാ EMF 0യിലേക്ക് എത്തുന്നു എന്നുകൂടി ആലോചിച്ച് നോക്കുക. ഈ സന്ദർഭങ്ങളിൽ ആർമേച്ചർ പെർപെൻഡിക്കുലർ ആണോ പാരലൽ ആണോ, ഈ ആർമേച്ചർ ലംബമാണോ ആർമേച്ചർ അല്ലെങ്കിൽ സമാന്തരമാണോ എന്ന് കൂടി മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. മക്കൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ, ഒരു ഫിഗർ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ, മുൻ വർഷങ്ങളിൽ ഇങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു. മുൻ വർഷങ്ങളിൽ ഈ ചോദ്യ പേപ്പർ ആക്ച്വലി വന്നത് 2nd ടെർമിനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൽ വന്ന ഒരു ഭാഗമാണ്. ഒരിക്കലും ഇത് 1st ടെർമിനലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, 2nd ടെർമിനലിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇതുമായി റൂള് ഏതാണെന്നും, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് EMF ഒബ്റ്റൈൻഡ് ഫ്രം ദ ഡിവൈസ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് EMF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ AC ജനറേറ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു AC ആണ്.
ഒരു AC കറണ്ടാണ്. അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞത്. അവർ വലിയ കാര്യത്തിൽ ചോദിച്ചു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ EMF എന്നൊക്കെ പറഞ്ഞാൽ AC-യുടെ ഗ്രാഫ് വരയ്ക്കാനാണ് അവർ ഉദ്ദേശിച്ചത്. AC-യുടെ ഗ്രാഫ് വലിയ കിടക്കുന്നു ഇങ്ങനെ വരക്കണം. ഓക്കെ, കറക്റ്റായിട്ട് വരക്കണം. പറ്റുമെങ്കിൽ ഈ ഡിഗ്രീസ് മാർക്ക് ചെയ്യുക. ഡിഗ്രീസ് മാർക്ക് ചെയ്തില്ലെങ്കിലും ഇവിടെ EMF എന്നുള്ളത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. EMF എന്നുള്ളത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 1, 2 മാർക്കിനൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. റൂൾ ഹെൽപ്സ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഇതുമായി ബന്ധപ്പെട്ട റൂളും ചോദിക്കാറുണ്ട്. ശേഷം നമ്മൾ ഈ AC-യുടെ സൈക്കിള് പഠിക്കും. സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിവൃത്തി എന്നൊക്കെ പറയുന്നതാണ്. സൈക്കിൾ ഓഫ് AC ഈസ് ദി കോമ്പിനേഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റഡ് ഇൻ ഫസ്റ്റ് ഹാഫ് റൊട്ടേഷൻ ആൻഡ് സെക്കൻഡ് ഹാഫ് റൊട്ടേഷൻ. അതായത് ഒരു AC വരക്കുമ്പോൾ ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോഴാണ് ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഫസ്റ്റ് ഹാഫ് സൈക്കിൾ ആൻഡ് സെക്കൻഡ് ഹാഫ് സൈക്കിൾ. ഒന്നാമത്തെ അർദ്ധഭ്രമണത്തിലും രണ്ടാമത്തെ അർദ്ധഭ്രമണത്തിലും ഉണ്ടായ EMF-ന്റെ സംയോജനം. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു പരിവൃത്തി, ഒരു സൈക്കിൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറയുന്നത്. വാട്ട് ഈസ് ദ സൈക്കിൾ ഓഫ് AC എന്ന് 1 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനിഷൻ ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ശേഷം നമ്മൾ പഠിക്കുന്നത് ഫ്രീക്വൻസി, മലയാളത്തിൽ അതിനെ ആവൃത്തി എന്ന് പറയും. ഓക്കെ, ഇന്ത്യയിൽ എത്ര ഫ്രീക്വൻസി ആണ് സപ്ലൈ ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വർഷത്തിലെ സെക്കൻഡ് ടെർമിനലിൽ 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായി. 50 ഹെർട്സ് ആണ് ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് സപ്ലൈക്ക് വേണ്ടി. പ്രത്യേകിച്ച് എടുത്ത് പറയാറുണ്ട് ഡൊമസ്റ്റിക് പർപ്പസുകളുടെ സപ്ലൈകൾക്ക് വേണ്ടി ഗൃഹ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഗാർഹിക ആവശ്യങ്ങളുടെ സപ്ലൈക്ക് ഇന്ത്യയിൽ എത്ര ഹെർട്സ് ആണ്? 50 ഹെർട്സ് ആണ്. ഹെർട്സ് എന്നാൽ ഫ്രീക്വൻസിയുടെ യൂണിറ്റ്. HZ, ക്യാപിറ്റൽ H സ്മോൾ ലെറ്റർ Z. ഹെർട്സ് എന്നാൽ എന്തിന്റെ യൂണിറ്റ് ആണ്? ഫ്രീക്വൻസി അഥവാ ആവൃത്തിയുടെ യൂണിറ്റ്. ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന സൈക്കിളുകളുടെ എണ്ണത്തെ നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയാം. The number of cycles in 1 second. ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന പരിവൃത്തികളുടെ എണ്ണത്തെ നമുക്ക് എന്തെന്ന് പറയാം? ആവൃത്തി എന്ന് പറയാം. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്. ഹെർട്സ് എന്നുള്ളത് ഒരു സയന്റിസ്റ്റിന്റെ പേരായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ പേര് തന്നെ നമ്മൾ ആ യൂണിറ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്തി. ഹെർട്സ് എന്നാൽ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ക്യാപിറ്റൽ അക്ഷരം H, സ്മോൾ ലെറ്റർ അക്ഷരം Z. ഓക്കെ, ഇനി ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യം ഇതാണ്. ഇന്ത്യയിൽ ഒരു ഗാർഹിക ആവശ്യങ്ങൾക്ക് എത്ര ഹെർട്സ് ആണ് വൈദ്യുതി സപ്ലൈ ചെയ്യുന്നത്? 50 ഹെർട്സ് ആയിട്ടാണ് വൈദ്യുതി ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് സപ്ലൈ ചെയ്യുന്നത്. അത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് വേണ്ടത്. ശേഷം നമ്മൾ അതിൻ്റെ AC-യുടെ ആവൃത്തിയുടെ മലയാളവും ഇംഗ്ലീഷും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. DC ജനറേറ്റർ. ഒരു DC ജനറേറ്റർ, AC ജനറേറ്റർ നമ്മൾ കണ്ട് മനസ്സിലാക്കി. DC ജനറേറ്റർ മക്കളൊന്ന് കണ്ട് മനസ്സിലാക്കുക. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, ഇവിടെ ഈ ഒരു വ്യത്യാസമാണ് വന്നത്. നേരത്തെ എത്ര റിങ്ങുകൾ ഉണ്ടായി? 2 റിങ്ങുകൾ ഉണ്ടായിരുന്ന ഭാഗത്ത് ഇപ്പോൾ ഒറ്റ റിങ് എന്ന ഫോർമാറ്റിലാണ് ഇരിക്കുന്നത്. ഇത് റിങ്ങിൽ ഒരു ചെറിയൊരു വ്യത്യാസം വന്നു. ഇവിടെ DC ജനറേറ്ററിൽ സ്പ്ലിറ്റ് റിങ്സ് ആണ് യൂസ് ചെയ്യണം. DC ജനറേറ്ററിൽ ഏത് റിങ്സ് ആണ് യൂസ് ചെയ്യണം? സ്പ്ലിറ്റ് റിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. AC-യിൽ സ്ലിപ്പ് റിങ് ആണ്. അപ്പോൾ 2 റിങ്ങുകൾ ഉണ്ടാവും. DC-യിലേക്ക് വരുമ്പോൾ അത് ഒരു റിങ് എന്നുള്ള രൂപത്തിലായിരിക്കും ഇരിക്കുന്നത്. അത് സ്പ്ലിറ്റ് റിങ്ങുകളാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് AC-യുടെയും DC-യുടെയും പിന്നെ നമ്മളുടെ ബാറ്ററിയുടെയൊക്കെ ഗ്രാഫുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. AC-യുടെ ഗ്രാഫ് തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രാഫുകൾ മനസ്സിലാക്കി വെക്കുക. ഇത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്, എഴുതി പഠിക്കാനുള്ളതല്ല, വായിച്ചു പഠിക്കാനുള്ളതല്ല. AC-യുടെ ഗ്രാഫാണ് ഈ കാണുന്നത്. ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഇത് ബാറ്ററിയിൽ നിന്നുള്ള ഒരു DC. ബാറ്ററിയിൽ DC ആണെന്ന് പറയാം. ബാറ്ററിയിൽ നിന്നുള്ള ഒരു DC കാണിക്കുമ്പോൾ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. അതൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള നേർരേഖയായിരിക്കും. ഇത് ബാറ്ററിയുടെ DC. ഇത് സാധാരണ ജനറേറ്ററിലെ ഒരു DC. എല്ലാം ഒരു ഡയറക്ഷൻ, താഴേക്ക് ഉണ്ടാവത്തില്ല. ആ സൈക്കിൾ ഒരിക്കലും താഴേക്ക് നമ്മൾ വരയ്ക്കത്തില്ല. മുകളിൽ ഇങ്ങനെ ഒന്നിന് ശേഷം ഒന്നായിരിക്കും നമ്മൾ വരയ്ക്കുക. ഓക്കെ, ഓരോന്നിൻ്റെയും ഗ്രാഫ് പഠിക്കുക. ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കണമെന്നില്ല. ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാനുള്ളൂ. ഫസ്റ്റ് വൺ ഈസ് AC, സെക്കൻഡ് വൺ ഈസ് ബാറ്ററിയുടെ DC, തേർഡ് വൺ ഈസ് ജനറേറ്ററിന്റെ DC. ഓക്കെ, ഇതൊരു ഓക്കെ ആണല്ല? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് കാര്യമാണ്? ഇങ്ങനെ വരുന്ന ഗ്രാഫുകളും നമുക്ക് ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ദ ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും സാറ് കാണിച്ചെന്നുള്ളൂ.
പിന്നെ നമുക്ക് വരുന്ന പാഠത്തിന്റെ പ്രധാനപ്പെട്ട വേറൊരു ടോപ്പിക്കാണ് നമ്മളുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ പറയുമ്പോൾ എപ്പോഴും രണ്ട് കോയിലുകളാണ് ഉള്ളത്. രണ്ട് കോയിൽസ് ആണ് നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷനിൽ വരുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ കൺസിഡർ two coils kept side by side. When the strength of the current or direction of current in one coil changes, an EMF is induced in the other coil. രണ്ടാമത്തെ കോയിലിൽ ഒരു EMF ഉണ്ടാവും. ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ പറയുമ്പോൾ എപ്പോഴും രണ്ട് കോയിലുകൾ ഉണ്ടാവും. ഇതിൽ ഒന്നിലെ കറണ്ടിന്റെ ദിശയ്ക്കോ അല്ലെങ്കിൽ അതിന്റെ ശക്തിക്കോ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ രണ്ടാമത്തെ കോയിലിൽ ഒരു EMF പ്രേരിതമാവും. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലും മലയാളത്തിലും അത് തന്നെ ഡെഫിനിഷൻ. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഈ മ്യൂച്വൽ ഇൻഡക്ഷന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. പേജ് നമ്പർ 56 പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ അടക്കുന്നു. ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും ദേ അടക്കുന്നു. ഈ രണ്ട് ബോക്സുകൾ മക്കൾ പഠിച്ചിട്ട് പോവാം. മക്കളൊന്ന് ശ്രദ്ധിച്ചേ, ടെക്സ്റ്റ് ബുക്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ കഴിഞ്ഞ് തൊട്ട് താഴെ കിടക്കുന്ന ടോപ്പിക് ആയിട്ടാണ് ദേ നമ്മളുടെ ആര് കിടക്കുന്നത്, നമ്മളുടെ ട്രാൻസ്ഫോമർ കിടക്കുന്നത്. ഈ മ്യൂച്വൽ ഇൻഡക്ഷനും ട്രാൻസ്ഫോമറും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, പ്രവർത്തന തത്വമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഇത് ഒരു പേജിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് കണക്റ്റഡ് ആണ് എന്ന് കരുതിക്കോളുക. ഓക്കെ, പേജ് നമ്പർ എത്രയായിരുന്നു? 56ലാണ് നമ്മളുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ കിടക്കുന്നത്. ഇതിൽ ട്രാൻസ്ഫോമർ എന്നുള്ള ടോപ്പിക്കും വരുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ, പ്രവർത്തനത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ട്രാൻസ്ഫോമറിനെ ഒന്ന് ഭംഗിയായിട്ടൊന്ന് എടുത്ത് നോക്കാം. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോമേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഒരാളെ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയാം, മറ്റേ ആളെ നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയാം. ഈ അപ്പ് ട്രാൻസ്ഫോമറും ഡൗൺ ട്രാൻസ്ഫോമറും ഉപയോഗിക്കുന്നത്, ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് വോൾട്ടേജിൽ വ്യത്യാസങ്ങൾ വരുത്താനാണ്. വോൾട്ടേജ് കൂട്ടാനാണെങ്കിൽ, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനാണെങ്കിൽ, അപ്പ് പേര് സൂചിപ്പിക്കുന്ന പോലെ അപ്പ് ചെയ്യാനാണെങ്കിൽ, കൂട്ടാനാണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക. കുറയ്ക്കാനാണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമുക്ക് ഉപയോഗിക്കാം. വോൾട്ടേജ് കുറയ്ക്കാനാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കാം. ഇനി ഈ ഫിഗർ പഠിച്ചിട്ട് പോയാൽ പോലും നമുക്ക് മാർക്ക് സ്കോർ അപ്പ് ചെയ്യാം. ഇവിടെ ഫിഗറിൽ നോക്കാം, ഇവിടെ കറണ്ട് നമ്മൾ കൊടുക്കുന്നത് ഏത് കോയിലിലേക്കാണോ അതിനെ നമുക്ക് പ്രൈമറി കോയിൽ എന്ന് പറയാം. അഥവാ ഇൻപുട്ട് നൽകുന്നത് ഏത് കോയിലിലേക്കാണോ അതാണ് നമ്മളുടെ പ്രൈമറി കോയിൽ എന്ന്. ഇംഗ്ലീഷിലും മലയാളത്തിൽ ആ വാക്ക് തന്നെ. ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത് ഏത് കോയിലിൽ നിന്നാണോ EMF പ്രൊഡ്യൂസ് ആവുന്നത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലഭിക്കുന്നത് ഏത് കോയിലിൽ നിന്നാണോ അത് നമുക്ക് സെക്കൻഡറി കോയിൽ എന്ന് പറയാം. അപ്പോൾ കറണ്ട് നൽകുന്നത് ഏത് കോയിലിലേക്കാണോ അതാണ് പ്രൈമറി കോയിൽ. ഇൻപുട്ട് കൊടുക്കുന്നത്, നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത് ഏത് കോയിലിൽ നിന്നാണോ അതാണ് സെക്കൻഡറി കോയിൽ. നോക്കേ, എല്ലാവരും ഫിഗർ നോക്കാം. നമ്മളെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിലിന് വണ്ണം കൂടുതലും എണ്ണം കുറവുമാണ്. ചുറ്റുകളുടെ എണ്ണം എന്താണ്? കുറവാണ്, വണ്ണം കൂടുതലാണ്. സെക്കൻഡറി കോയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ണം കുറഞ്ഞു പക്ഷെ എണ്ണം കൂടി, നമ്പർ ഓഫ് ടേൺസ് കൂടി. ഈ 4 പോയിന്റ്സ് ആണ് സാറ് പറഞ്ഞ. വണ്ണം കൂടുതൽ, എണ്ണം കുറവ്, എണ്ണം കൂടുതൽ, നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ. തിക്നെസ് മാറി, അത് തിന്നായി. ഇംഗ്ലീഷിൽ തിക്നെസ്, വണ്ണത്തിന് നമുക്ക് എന്ത് പറയാം? തിക്നെസ് മാറി. പിന്നെ നേർത്ത എന്നുള്ളതിന് നമുക്ക് തിന്നെന്ന് പറയാം. ഈ 4 പോയിന്റുകൾ പഠിക്കുക. ഈ 4 പോയിന്റുകളുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 4 പോയിന്റുകൾ ഏതിന്റെ ബോക്സിൽ എഴുതാൻ പറ്റും? നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ എഴുതാം. സാറൊക്കെ പരീക്ഷയ്ക്ക് പഠിക്കാൻ പോയിരുന്നപ്പോൾ ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ മാത്രം പഠിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് ശേഷം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങൾ എഴുതാം. നമുക്ക് നോക്കാം. ഇവിടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ പ്രൈമറി. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കണ്ടുള്ളൂ, പ്രൈമറിയിൽ തിക്ക് വയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ തിക്ക് എന്നുള്ളത് മാറ്റി അപ്പുറത്തേക്ക് എത്തിയപ്പോൾ നേരെ വിപരീതമായി തിന്നാക്കി. ഇനി ദ നമ്പർ ഓഫ് വൈൻഡിങ്സ് ഇൻ ദ പ്രൈമറി ആർ ലെസ്. പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം, വൈൻഡിങ് എന്ന് പറയുന്ന എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടേൺസ് എന്ന് എഴുതിക്കോട്ടെ. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആർ ലെസ്. ഇവിടെ ലെസ് എന്നുള്ളത് സ്റ്റെപ്പ് ഡൗണിലേക്ക് എത്തിച്ചപ്പോൾ സാർ എന്തായി? ഹയർ ആക്കി. ഇവിടെ കുറവ് എന്നുള്ളത് നേരെ വിപരീതം, അവിടെ കൂടുതൽ. ഇനി ഇവിടെ നമ്പർ ഓഫ് വൈൻഡിങ്സ് ഇൻ ദ സെക്കൻഡറി ആർ ഹൈ. ഇവിടെ ഹൈ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ലോ ആയി. സ്റ്റെപ്പ് ഡൗണിലേക്ക് എഴുതുമ്പോൾ ആ പോയിന്റ് തന്നെ ഹൈ എന്നുള്ളിടത്ത് എന്തെഴുതാ? ലോ എന്നെഴുതാം. 4th പോയിന്റ്, അവസാനത്തെ പോയിന്റ്
തിൻ വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി. ഇവിടെ തിന്നാണല്ലോ, അപ്പൊ എന്തായിരിക്കും അപ്പുറത്ത് തിക്കായിരിക്കും. അപ്പൊ സാറ് ചെയ്ത അതേ ട്രിക്ക് നിങ്ങൾക്ക് പ്രയോഗിക്കാം. 4 പോയിന്റുകൾ ഭംഗിയായി പഠിച്ചിട്ട് പോവുക. 4 പോയിന്റുകളുടെ വിപരീത പോയിന്റുകൾ എവിടെ എഴുതാൻ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ എഴുതാൻ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ എഴുതാൻ. ഇനി അതും 4 പോയിന്റും പഠിക്കാൻ മടിയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഫിഗർ ഓർത്തിരിക്കുക, ഫിഗർ വരയ്ക്കാൻ പഠിക്കുക. ഇവിടെ വണ്ണം കൂടുതൽ എണ്ണം കുറവ്, എണ്ണം കുറവ് കൂടുതൽ വണ്ണം കൂടുതൽ വണ്ണം കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരച്ച് എഴുതി വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ 4 പോയിന്റ്സ് പഠിക്കുക പോലും വേണ്ട, ഫിഗർ ഒന്ന് നോക്കിയിട്ട് മനസ്സിൽ നിന്ന് ഓർത്ത് നിങ്ങൾക്ക് ഇത് സന്തോഷമായിട്ട് ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഈ പോയിന്റ്സ് സാറ് പഠിപ്പിക്കാൻ കാരണം പോയിന്റ്സ് ഇങ്ങനെ മിക്സ് ചെയ്ത് തന്നിട്ട് പരീക്ഷ പേപ്പറിൽ മിക്സ് ചെയ്ത് തന്നിട്ട് ഇതിലേതെല്ലാമാണ് സ്റ്റെപ്പ് അപ്പ് എന്നും ഇതിലേതെല്ലാമാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നും നമ്മൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ പോയിന്റുകൾ എങ്ങനെ തന്നാലും ഇതിലേതെല്ലാം പോയിന്റുകൾ സ്റ്റെപ്പ് അപ്പിലേക്ക് വരുന്നു, ഏതെല്ലാം പോയിന്റുകൾ സ്റ്റെപ്പ് ഡൗണിലേക്ക് വരുന്നു എന്ന് മക്കൾ ഓർത്തിരിക്കാം. ഇങ്ങനെയും നമുക്ക് എന്തു വരാം? ക്വസ്റ്റ്യൻസ് വരാം. അതൊക്കെ മക്കൾക്ക് എഴുതാനായിട്ട് പറ്റും. അതിൻ്റെ മലയാളം ഓൾറെഡി സാർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ മലയാളംസ് ആണ് ഇപ്പോൾ കാണിച്ചിരുന്നത്. സാർ ഇംഗ്ലീഷിലും മലയാളത്തിലും ഓൾറെഡി പറഞ്ഞ് ആവശ്യമായിട്ടുള്ള ഒരു നിങ്ങൾക്ക് വീഡിയോ കണ്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ നോട്ടുകൾ ഇതിനൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദിച്ചൊരു ചോദ്യമായിരുന്നു സ്കീമാറ്റിക് ഡയഗ്രാം. നെയിം ദ ഡിവൈസ് ആണ് ചോദിച്ചത്. ഓക്കെ, വണ്ണം കുറവ്, ഇവിടെ എണ്ണം കൂടുതൽ. ശേഷം സെക്കൻഡറിയിൽ നോക്കി ഒരു ട്രാൻസ്ഫോമർ തന്നിട്ട് ചോദിച്ചാണ് സെക്കൻഡറിയിൽ വണ്ണം കൂടുതൽ എണ്ണം കുറവ്. ഇത് ഏത് ട്രാൻസ്ഫോമർ, ഏത് ഡിവൈസ് ആണെന്നാണ് ചോദിച്ചത്. കഴിഞ്ഞുള്ള ഒരു കൺഫ്യൂഷൻ, ഇത് ട്രാൻസ്ഫോമർ എന്ന് എഴുതിയാൽ മതിയോ അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ എന്ന് എഴുതണോ എന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് ട്രാൻസ്ഫോമർ എന്നാണ് കുട്ടികൾ കൂടുതൽ എഴുതിയത്. ട്രാൻസ്ഫോമർ എന്ന് എഴുതിക്കോളാം. അല്ലെങ്കിൽ ഇത് ഏത് ട്രാൻസ്ഫോമർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ, അതെങ്ങനെയാണ് സാറ് മനസ്സിലാക്കിയത്? സാർ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയതെന്ന് ആലോചിച്ച്, പ്രൈമറിയിൽ വണ്ണം കുറവ്, തിൻ വയേഴ്സ് ആണ്, എണ്ണം കൂടുതലാണ്. അത് സാർ ഓൾറെഡി വരച്ച് പഠിച്ച ഒരു കാര്യമായിരുന്നു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം, ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ശേഷം അതിനോട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ഡൗൺ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഒരു മാർക്കിന് ചോദിച്ചാണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ഇതിന്റെ പ്രവർത്തന തത്വമായിട്ട് വരുന്നത്. തിക്കർ കോയിൽസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. 3 മാർക്കിൻ്റെ 3, 1, 2, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും സാറ് പറഞ്ഞല്ലോ, ഇതും സെക്കൻഡ് ടെർമിനലിൻ്റെ ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും ഫസ്റ്റ് ടെർമിനലിൽ ഉണ്ടായിരുന്നതല്ല. പക്ഷേ ഈ വർഷം നമുക്ക് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഫോർമുല നമ്മൾ നോക്കിയാണ്. ഈ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട് പിന്നീട് വരാനുള്ള സാധ്യതയുള്ള ചോദ്യങ്ങൾ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് നമുക്ക് വരുമ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ പ്രോബ്ലംസ് പഠിക്കുന്നതിന് മുമ്പ് ഫോർമുല പഠിക്കണം. VS/VP = NS/NP, VS/VP = IP/IS. ഈ ടേംസ് എന്താണെന്ന് ആദ്യം തന്നെ മക്കൾ പഠിക്കുക. എന്താണ് VS, എന്താണ് VP, എന്താണ് NS, എന്താണ് NP, എന്താണ് IP, എന്താണ് IS. V സ്റ്റാൻഡ്സ് ഫോർ, നമ്മൾ ഫിസിക്സിൽ V സ്റ്റാൻഡ്സ് ഫോർ വോൾട്ടേജ് ആണ്. ഓക്കെ, I സ്റ്റാൻഡ്സ് ഫോർ കറണ്ട് ആണ്. ക്യാപിറ്റൽ അക്ഷരം I എന്തിനെ സൂചിപ്പിക്കുന്നു? കറണ്ട്. ഇവിടെ N എന്നാൽ നമ്പർ ഓഫ് ടേൺസ്. N ക്യാപിറ്റൽ അക്ഷരം N സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് ടേൺസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ NS എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു S കൂടി കയറുന്നതല്ലേ ഉള്ളൂ, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ്. S എന്തിനെ സൂചിപ്പിച്ചു? സെക്കൻഡറി. NP, P സ്റ്റാൻഡ്സ് ഫോർ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകളുടെ എണ്ണം. ദെൻ VS, S അല്ലേ സെക്കൻഡറി തന്നെ, V വോൾട്ടേജ് ആണ് സെക്കൻഡറിയിലെ വോൾട്ടേജ്. VS ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് VP ഉണ്ടാവും. VP സ്റ്റാൻഡ്സ് ഫോർ പ്രൈമറിയിലെ വോൾട്ടേജ്. VP അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ശേഷം IP, പ്രൈമറി. I എന്താണ്? കറണ്ടാണ്. P പ്രൈമറി ആണ്. അപ്പോൾ പ്രൈമറിയിലെ കറണ്ടും IP ഉണ്ടെങ്കിൽ ശേഷം ഏറ്റവും അവസാനം IS ഉണ്ട്. IS സ്റ്റാൻഡ്സ് ഫോർ സെക്കൻഡറിയിലെ കറണ്ടിന്റെ സെക്കൻഡറി. ഈ കാര്യങ്ങൾ ആദ്യം മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഫോർമുല പഠിച്ചുകൊണ്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക, ഫോർമുല നന്നായിട്ട് പഠിക്കുക. VS/VP = NS/NP. ദെൻ I വെച്ചിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ VS/VP = IP/IS. P മുകളിലായി, S താഴെയായി. എപ്പോഴും ശ്രദ്ധിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, ഫോർമുല നന്നായി കാണാപ്പാടം പഠിക്കുക. പരീക്ഷയ്ക്ക് പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ആ ഫോർമുല ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു പോയിന്റ് ഓഫ് മാർക്ക് നമുക്ക് അവിടെ കിട്ടും. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ എ 240 volt AC supplies a voltage of 8 volt. ഓക്കെ, ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ആ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് 240 വോൾട്ടിലാണ്. ഓക്കെ, ഇനി ഇത് സപ്ലൈ
സപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് ഇയാളുടെ ഔട്ട്പുട്ടാണ്. ഓക്കെ, ഇത് ഇയാളുടെ ഔട്ട്പുട്ടാണ്. 8 വോൾട്ടാണ് സപ്ലൈ ചെയ്യുന്നത്. എത്ര വോൾട്ടാണ്? 8 വോൾട്ടാണ്. ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി കോയിൽ ഈസ് 4800. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. ചോദ്യം എന്താണ്? സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഇക്വേഷൻസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ഇക്വേഷൻസ് ഉണ്ട്. VS/VP = NS/NP എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ഇനി ഇത് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഇതിലേതാണ് VS, ഇതിലേതാണ് VP, ഏതാണ് NS, ഏതാണ് NP. സെക്കൻഡറിയിലല്ലേ കണ്ടുപിടിക്കേണ്ട, അപ്പോൾ NS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട. NP തന്നിട്ടുണ്ട്. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ഇറ്റ് ഈസ് 4800. 4800 ആണ് പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം. ഇനി അവിടെ VS ഉം VP ഏതാണെന്ന് നമുക്ക് ഒന്ന് തരംതിരിക്കണം. നോക്കേ, ഈ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് 240 വോൾട്ടിലാണ്. അതായത് ട്രാൻസ്ഫോമറിന് നമ്മൾ കൊടുക്കേണ്ടത് 240 ആണ്. നമ്മൾ കൊടുക്കുന്നത് ഇൻപുട്ടാണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ഇൻപുട്ട് ഡിവൈസസ് വഴി എന്നല്ല പറയണം. കൊടുക്കുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഇൻപുട്ട് ആണോ അത് VP ആയിട്ട് എടുക്കുക. ഔട്ട്പുട്ട് നമ്മൾക്ക് സപ്ലൈ ചെയ്യുന്നത്, നമ്മൾക്ക് തരുന്നത് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് ആണോ അത് VS ആയിട്ട് എടുക്കുക. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും ക്ലിയർ ആണെന്ന് കരുതുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VPയും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത് VS ആയിട്ടും എടുക്കാം. ഓക്കെ, NS ഉം NP നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ഡയറക്റ്റ് ആ സെന്റൻസിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇൻപുട്ട് വോൾട്ടേജ് VP ആയിട്ട് 240ഉം ഔട്ട്പുട്ട് വോൾട്ടേജ് VS ആയിട്ട് 8 വോൾട്ട് കൊടുത്തു. NP ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ടായി 4800. അപ്പോൾ NS ആണ് കണ്ടുപിടിക്കേണ്ടത്. NS എഴുതി, ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതി, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. NS അവിടെ തന്നെ കിടന്നോട്ടെ. ശേഷം 4800 NPയുടെ സ്ഥാനത്ത് എന്തെഴുതി? 4800 എഴുതി. ശേഷം VPSന്റെ സ്ഥാനത്ത് 8 എഴുതി, VPയുടെ സ്ഥാനത്ത് 240 എഴുതി. ഇവരെ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ക്വസ്റ്റ്യൻ NS നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തെടുക്കുന്നു. ആൻസർ 160 ചുറ്റുകൾ. 160 ചുറ്റുകൾ. 4000 × 8 / 240. ആ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ NS കിട്ടും. NS എത്രയാണ്? 160. നമുക്ക് ചെറിയ ബേസിക് മാത്തമാറ്റിക്സ് ചെയ്യാനായിട്ട് അറിയണം. ഇത്തരം ക്വസ്റ്റ്യൻസിൽ ഫിസിക്സിൽ ഒന്നാമത്തെ ചാപ്റ്ററിലായാലും ഈ ചാപ്റ്ററിലൊക്കെ ആയാലും നമുക്ക് ബേസിക് ആയിട്ടുള്ള കണക്കുകൾ ചെയ്യാൻ അറിയണം. ആൻസർ 160. ടെക്സ്റ്റിൽ തന്നെ കിടപ്പുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ്. നോക്കേ, 800 ടേൺസ് ആണ് നമ്മുടെ പ്രൈമറിയിലുള്ളത്, 80 ടേൺസ് ആണ് സെക്കൻഡറിയിലുള്ളത്. വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ് സാറ് തൊട്ട് മുന്നേ ഉള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഇൻപുട്ട് വോൾട്ടേജ് എന്നാൽ VP, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VS. അപ്പോൾ VP ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഔട്ട്പുട്ട് വോൾട്ടേജ് വിച്ച് ഈസ് VS കണ്ടുപിടിക്കണം. സെയിം ഇക്വേഷൻ VS/VP = NS/NP. അപ്പോൾ VS VP ഒക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതിൽ VS ആണ് കണ്ടുപിടിക്കേണ്ടത്. VP എത്രയാണ്? 240 ആണ്. NP 800 നമുക്ക് നൽകിയിട്ടുണ്ട്. NS 80 തന്നിട്ടുണ്ട്. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേഷൻ എഴുതാം. ഇപ്പൊ സാറ് കാണിക്കുന്ന ആൻസേഴ്സിലും ഇക്വേഷൻസ് സാർ എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെത്തേഡ് ഫോളോ ചെയ്യാം. ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഡാറ്റകൾ എടുത്തെഴുതുന്നു. ചോദ്യം ചെയ്യേണ്ട ഇക്വേഷൻ ഭംഗിയായിട്ട് എടുത്തെഴുതുന്നു. ടീച്ചർക്ക് മനസ്സിലാവണം നമ്മൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത്. ഇക്വേഷനിലേക്ക് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നു. 80/800 NSന്റെ സ്ഥാനത്ത് 80, NPയുടെ സ്ഥാനത്ത് 800 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ NS ഉം NP സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് VS കണ്ടുപിടിക്കാനുള്ളതാണ്. VS അവിടെ തന്നെ നൽകി. VP നമുക്ക് തന്നിട്ടുണ്ടായി 240. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിൽ നിന്നും VS എടുക്കുന്നു. VS 80 × 240 / 800 ചെയ്യുമ്പോൾ 24 വോൾട്ട്. നോക്കി, ഇവിടെ ഉത്തരത്തിനോടൊപ്പം വോൾട്ടേജ് ആയതുകൊണ്ട് യൂണിറ്റ് കൂടി സ്പെസിഫൈ ചെയ്തിരിക്കുന്നു. വോൾട്ട്, ക്യാപിറ്റൽ അക്ഷരം V. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. മൂന്നാമതൊരു ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചെയ്യേണ്ടതായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ട്രാൻസ്ഫോമറിൽ പവർ ലോസ് ഇല്ലാതെ 5000 ടേൺസ് ആണ് ഉള്ളത്. ദെൻ പ്രൈമറിയിൽ 5000 ടേൺസും സെക്കൻഡറിയിൽ 250 ടേൺസും ആണ് ഉള്ളത്. പ്രൈമറിയിലെ വോൾട്ടേജ് 120 ആണ്. പ്രൈമറിയിലെ കറണ്ട് 0.1 ആണ്. ദെൻ ഫൈൻഡ് ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ദ സെക്കൻഡറി. സെക്കൻഡറിയിലെ വോൾട്ടേജും കണ്ടുപിടിക്കണം, സെക്കൻഡറിയിലെ കറണ്ടും കണ്ടുപിടിക്കണം, VSും കണ്ടുപിടിക്കണം, ISും കണ്ടുപിടിക്കണം. IP നമുക്ക് നൽകിയിട്ടുണ്ട് 0.1 ആംപയർ. ഓക്കെ,
ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു വർക്കൗട്ട് എന്ന നിലക്ക് നിങ്ങൾക്ക് ചെയ്തു നോക്കാനുള്ളതാണ്. എന്തായാലും സാർ ഇതിന്റെ ആൻസർ കാണിക്കുക, ജസ്റ്റ് നോക്കുക. വി പി നമുക്ക് നൽകിയിട്ടുണ്ടായി 120 എൻ പി നമുക്ക് നൽകിയിട്ടുണ്ടായി 5000 NS നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടായി 250, ഐ പി തന്നിട്ടുണ്ട് 0.1. തന്നിരിക്കുന്ന ഡാറ്റകൾ ഭംഗിയായി എടുത്തെഴുതി. കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ 2 ക്വസ്റ്റ്യൻ മാർക്ക് വെച്ച് എഴുതി. VS കണ്ടുപിടിക്കണം, IS കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് അതെടുത്ത് എഴുതി. ഒബ്ജക്റ്റീവ്, നമ്മുടെ ലക്ഷ്യം ഈ 2 കണ്ടെത്തുക. ഇക്വേഷൻ നമ്മൾ കൊടുക്കുകയാണ് NS/NP = VS/VP. ആദ്യം തന്നെ നമുക്ക് ആരെ കണ്ടുപിടിച്ചേക്കാം? VS-നെ കണ്ടുപിടിച്ചേക്കാം. മുന്നേ ചെയ്ത 2 ചോദ്യങ്ങൾ അതേപടി അതേ പാറ്റേണിൽ ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിൽ നിന്നും VS എടുക്കുന്നു. VS നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നു 6 വോൾട്ട്. പ്രോബ്ലം ചെയ്യുമ്പോൾ 120 × 250 / 5000. അത് പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 6 വോൾട്ട് കിട്ടും. ഇവിടം കൊണ്ട് നമുക്ക് കഴിയുന്നില്ല. നമുക്ക് ഒരു കാര്യം കൂടി കണ്ടുപിടിക്കണം. നമുക്ക് IS കൂടി കണ്ടുപിടിക്കണം. നമ്മൾ I വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്തിരിക്കുന്നത് VS/VP = IP/IS എന്നുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. എല്ലാം കിട്ടിക്കഴിഞ്ഞതുകൊണ്ട് നമുക്ക് IS കണ്ടുപിടിക്കാൻ VP എന്ത് ചെയ്യണം? IP ചെയ്യുക. അല്ലെങ്കിൽ IS കണ്ടുപിടിക്കാൻ ഈ ഒരു റിലേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. IS കണ്ടുപിടിക്കാൻ VP × IP നോക്കുക. VP × IP /VS. അപ്പോൾ ആൻസറിലേക്ക് ഇട്ട് കൊടുക്കുക. VP എത്രയാണ്? 120 ഇൻറ്റു IP എത്രയാണ്? 0.1 VS നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 6. VS-ന്റെ സ്ഥാനത്ത് 6 ഇട്ട് കൊടുത്തു. അത് സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടണം? 2 ആംപെയർ. ആൻസർ ഈസ് 2 ആംപെയർ. ആൻസർ 2 ആംപെയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ തരത്തിൽ I കണ്ടുപിടിക്കാനുള്ള കറണ്ട് കൂടി നമുക്ക് ചോദിക്കാം. ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കാനും ചോദിച്ചു, കറണ്ട് കണ്ടുപിടിക്കാനും നമുക്ക് ചോദിക്കും. ഇങ്ങനെയും നമുക്ക് ചോദ്യം വരാറുണ്ട്. മുൻ വർഷത്തിൽ ചോദിച്ചൊരു ചോദ്യമാണ് പവർ ലോസ് ഇല്ലാത്ത ഒരു ട്രാൻസ്ഫോമർ. പവർ ഓഫ് ദ പ്രൈമറി ഓഫ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വിത്തൗട്ട് എനർജി ലോസ് ഈസ് 100 വാട്ട്. അവർ നമ്മളോട് പറയുന്നുണ്ട് എനർജി ലോസ് ഇല്ല. പ്രൈമറിയിൽ എത്രയാണ്? 100 വാട്ട് ആണെങ്കിൽ സെക്കൻഡറിയിലും 100 വാട്ട് തന്നെ. പവർ ലോസ് ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡറിയിലും ആൻസർ എത്ര പവർ ആയിരിക്കും എന്നുള്ളത് 100 വാട്ട് തന്നെ, 100 വാട്ട് തന്നെ. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 1 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പവർ ലോസ് ഇല്ലാത്ത ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ 100 വാട്ടെങ്കിൽ സെക്കൻഡറിയിൽ എത്ര വാട്ടായിരിക്കും പവർ? 100 വാട്ട് തന്നെ. ഓക്കെ, ആൻസർ 100 വാട്ട് തന്നെ. ദെൻ പിന്നീട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ. കഴിഞ്ഞ വർഷം ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായില്ല. ഈ വർഷം നമുക്ക് ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഈ റിലേഷൻസ് നിങ്ങൾ പഠിച്ചിട്ട് പോവാം. സ്റ്റെപ്പ് അപ്പിന്റെ റിലേഷൻസ് നേരത്തെ പഠിച്ച അതേ മെത്തേഡ് വെച്ച് പഠിച്ചാൽ മതി. സ്റ്റെപ്പ് അപ്പിന് VS > VP ആയിരിക്കും അല്ലെ. വോൾട്ടേജ് ഇൻ സെക്കൻഡറി വിൽ ബി ഗ്രേറ്റർ ദാൻ വോൾട്ടേജ് ഇൻ പ്രൈമറി. ഏത് ട്രാൻസ്ഫോമർ? അപ്പ് ട്രാൻസ്ഫോമർ. ശേഷം സ്റ്റെപ്പ് ഡൗണിലേക്ക് വന്നാലോ ആ ഗ്രേറ്റർ ദാൻ ചിഹ്നം നേരെ മാറ്റുക, അതെന്താക്കുക? ലെസ് ദാൻ ആക്കുക. ഗ്രേറ്റർ ദാൻ ചിഹ്നം മാറ്റി ലെസ് ആക്കുക. ഇവിടെ IS < IP ആയിരിക്കും സ്റ്റെപ്പ് അപ്പിൽ. സ്റ്റെപ്പ് ഡൗണിലേക്ക് വരുമ്പോൾ ആ ചിഹ്നം ഒന്ന് മാറ്റി കൊടുത്താൽ മതി, IS < IP ആവും. ഇനി മൂന്നാമതൊരു പോയിന്റ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ NS/NP < 1 ആണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പും NS/NP < 1 ആണെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. മൂന്നാമതൊരു പോയിന്റ് ചോദിക്കാറുണ്ട്. സാർ അത് ഓഡിയോ ആയിട്ട് നിങ്ങൾ പറഞ്ഞു തന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. NS/NP < 1 ആണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പും NS/NP < 1 ആണെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ കീഴിൽ വേണം എഴുതി വെക്കാൻ. ഓക്കെ, അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ളൊരു ഭാഗം. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിച്ച പോലെയല്ല. സെൽഫ് ഇൻഡക്ഷനിൽ ആകെ ഒരു കോയിലാണുള്ളത്. ഈ കോയിലിലെ ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ആൻ AC ഓഫ് എ സോളിനോഡ് അല്ലെങ്കിൽ ഇൻ എ സോളിനോഡ് EMF is induced in it in the direction opposite to that applied to it. അതായത് നമ്മൾ AC നൽകുന്നു ഒരു സോളിനോഡിലേക്ക്, പ്രത്യേകിച്ച് എടുത്ത് അവർ പറയുന്നുണ്ട് ഒരു സോളിനോഡിലൂടെ AC നമ്മൾ കടത്തി വിടുമ്പോൾ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മൾ കടത്തി വിടുമ്പോൾ അവിടെ ഒരു EMF പ്രേരിതമാകുന്നു. ഈ EMF ഉണ്ടാകുന്നത് നമ്മൾ കൊടുക്കുന്ന വൈദ്യുതിക്ക് എതിർ ദിശയിലാണ്. അതുകൊണ്ട് EMF-നെ വെറും EMF അല്ല, ഇറ്റ് ഈസ് കോൾഡ് ബാക്ക് EMF. ഇവരെ വിളിക്കുന്ന പേര് ബാക്ക് EMF എന്നാണ്. കാരണം നമ്മൾ നൽകുന്ന വൈദ്യുതിക്ക് വിപരീത ദിശയിലാണ് ഇവിടെ EMF ഉണ്ടാകുന്നത്.
അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിക്കുമ്പോൾ അവിടെ 2 കോയിലുകൾ ഉണ്ടായി. സെൽഫ് ഇൻഡക്ഷൻ നടക്കുമ്പോൾ ഇവിടെയും EMF ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ഇവിടെ ഒരു കോയിൽ മതി. ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് AC ആണ്, ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആണ്. ഇവിടെ EMF ഉണ്ടാവുന്നത് നമ്മൾ നൽകുന്ന വൈദ്യുതിക്ക് വിപരീത ദിശയിലാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ ബാക്ക് EMF എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ നമ്മൾ ബാക്ക് EMF എന്നാണ് വിളിക്കുന്നത്. സെൽഫ് ഇൻഡക്ഷന്റെ ടേം ഓടിക്കണം. ശേഷം നമുക്ക് സെൽഫ് ഇൻഡക്ഷൻ പേജ് നമ്പർ 59, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കാണ് മക്കൾ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ കിടക്കുന്നു പേജ് നമ്പർ 59 ഈ ബോക്സും ഈ ബോക്സും, ഈ 2 ബോക്സുകളാണ് സെൽഫ് ഇൻഡക്ഷൻ. ഇപ്പോൾ സാറ് പറഞ്ഞ ഡെഫിനിഷൻ കിടക്കുന്നത്. തൊട്ട് താഴെയായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇൻഡക്ടർ എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഇൻഡക്ടർ അപ്പോൾ സെൽഫ് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടോപ്പിക്കാണ് ഇൻഡക്ടർ. കാരണം ഒരു ഇൻഡക്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ സെൽഫ് ഇൻഡക്ഷൻ ആണ്. നമ്മൾ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിച്ച പോലെ ഇൻഡക്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ സെൽഫ് ഇൻഡക്ഷൻ. ഇൻഡക്ടറിന്റെ ചിഹ്നമാണ് ഈ നൽകിയിരിക്കുന്നത്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇൻഡക്ടറിന്റെ സിമ്പിൾ മക്കൾ ശ്രദ്ധിക്കുക, ഒരിക്കലും ഒരു സോളിനോഡ് അല്ല. ഇൻഡക്ടറിന്റെ സിമ്പിൾ മക്കൾ ശ്രദ്ധിക്കുക. ദീ കിടക്കുന്നത് ഇയാള് നമ്മളുടെ എന്തിന്റെ ചിഹ്നമാണ്? ഇൻഡക്ടറിന്റെ ചിഹ്നമാണ്. ഓക്കെ, ഇൻഡക്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിരിക്കണം. ഇൻഡക്ടർ വർക്കിംഗ് പ്രിൻസിപ്പിൾ സെൽഫ് ഇൻഡക്ഷൻ. ഇൻഡക്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ സെൽഫ് ഇൻഡക്ഷൻ. Inductors are coils used to oppose the changes in electric current in a circuit. ഒരു സർക്യൂട്ടിൽ ഉണ്ടാവുന്ന വൈദ്യുതിയിലെ മാറ്റങ്ങളെ എതിർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതിന്റെ യൂസ് ചോദിക്കും. തൊട്ടടുത്ത സ്ലൈഡായിട്ട് സാർ അതിന്റെ ഉത്തരങ്ങളൊന്ന് പറയാം. ഇൻഡക്ടറിന്റെ യൂസ് ചോദിക്കും, ഇത് പഠിക്കണം. ഒരു സർക്യൂട്ടിൽ ഉണ്ടാവുന്ന വൈദ്യുതിയിലെ മാറ്റങ്ങളെ അല്ലെങ്കിൽ മാറ്റങ്ങളെ എതിർക്കാൻ, ഒപ്പോസിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇൻഡക്ടർ. ഇൻക്ലൂഡിങ് ചിഹ്നം പഠിക്കണം. ചിഹ്നം വെച്ച് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വൈദ്യുതിനെ, ഇലക്ട്രിസിറ്റിനെ ഒരു ഡിസൈഡ് വാല്യൂയിലേക്ക് കുറച്ച് നിർത്താൻ നമ്മൾ ഇത് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇൻഡക്ടർ പഠിക്കുക. ഇൻഡക്ടറുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളൊരു സൂചന, ഒരു സിമ്പിൾ നൽകിയിരിക്കുന്നു. ആ സിമ്പിൾ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. ഇതൊരു ഇൻഡക്ടർ ആയിരുന്നു. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് കമ്പോണന്റ്? കമ്പോണന്റിന്റെ ഫങ്ഷൻ ഓൾറെഡി പറഞ്ഞു. ഒരു സർക്യൂട്ടിലെ ഇലക്ട്രിസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെ ഒപ്പോസിറ്റ് ചെയ്ത് അതിനൊരു ഡിസൈഡ് വാല്യൂ, അതിനൊരു നിശ്ചിത വാല്യൂയിലേക്ക് കുറച്ച് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻഡക്ടറുകൾ. ഓക്കെ, അതിൻ്റെ ആൻസർ ഓൾറെഡി ഇപ്പോൾ സാറ് പറഞ്ഞു കഴിഞ്ഞാണ് ആൻസർ വരുന്നത്. ഇൻഡക്ടറും സിമ്പിൾ കണ്ടിട്ട് മനസ്സിലായി, ഇൻഡക്ടറും അതിൻ്റെ ഫങ്ഷനും നമ്മൾ എഴുതി വെക്കാം. ഏറ്റവും അവസാനം മൂവിങ് കോയിൽ മൈക്രോഫോൺ. മക്കൾ ഇതിൻ്റെ ഫിഗർ നോക്കാം. ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മൂവിങ് കോയിൽ മൈക്രോഫോണിന്റെ ഭാഗങ്ങൾ ഏതെല്ലാം? മൂവിങ് കോയിൽ മൈക്രോഫോണിന്റെ ഭാഗങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ഒരു ഡയഫ്രം ഉണ്ട്, വോയിസ് കോയിൽ ഉണ്ട്, പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്. പ്രധാനപ്പെട്ടത് 3 സാറ് പറയുന്നു. ഡയഫ്രം കിടപ്പുണ്ട്, അവിടെ ഒരു വോയിസ് കോയിൽ കിടപ്പുണ്ട്, അവിടെ ഒരു കിടപ്പുണ്ട്? മാഗ്നറ്റ് കിടപ്പുണ്ട്. സൗണ്ട് വേവുകൾ വന്ന് എവിടെ വീഴുന്നു? ഡയഫ്രത്തിൽ വീഴുന്നു. ഏറ്റവും പുറം ഭാഗം മൈക്ക്, നമ്മുടെ മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ മൈക്ക്. ഓക്കെ, സാറൊക്കെ ഇവിടെ മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒരു മൈക്ക്. അപ്പം സൗണ്ട് വേവ്സ് വന്ന് ഡയഫ്രത്തിൽ വീഴുന്നു, ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. ഡയഫ്രത്തിനോടനുബന്ധിച്ചിരിക്കുന്ന വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ആ സൗണ്ട് വേവ്സ് ഇവിടെ വെച്ച് എന്തായി മാറുന്നു? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയി മാറുന്നു. വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിക്ക് മുമ്പായിട്ട് നമ്മൾ ഇയാളുടെ കൂടി വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കാം. ഒരു മൂവിങ് കോയിൽ മൈക്രോഫോണിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം. പാഠത്തിന്റെ പേര് മൈക്കില്ലേ, മൈക്ക്. നമ്മളുടെ മൈക്കിന്റെ എന്താണ് ചോദിച്ചത്? മൈക്രോഫോണിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിള് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം. മേജർ പാർട്സ് ഒന്ന് നോക്കിക്കേ. ഡയഫ്രം സാർ പറഞ്ഞു ഓൾറെഡി, ഡയഫ്രം ഉണ്ട്, വോയിസ് കോയിൽ ഉണ്ട്, പെർമനന്റ് മാഗ്നറ്റ്, സ്ഥിരകാന്തം. ഇതിന്റെ വർക്കിംഗ് നമുക്കൊന്ന് നോക്കാം. സിമ്പിൾ ആയിട്ട് ഒരു ഫ്ലോ ചാർട്ട് പോലെ പറയുകയാണെങ്കിൽ ഇതിന്റെ വർക്കിംഗ് പ്രവർത്തനം നമ്മൾ നോക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മളുടെ നോക്കേ സൗണ്ട് സിഗ്നൽസ് ആണ്. ഈ സൗണ്ട് സിഗ്നൽസ് നേരെ പോയി എങ്ങോട്ടാണ് വീഴുന്നത്? അതെപ്പോഴും മനസ്സിലാക്കുക, ഡയഫ്രത്തിലേക്ക് വീഴുന്നു. ഡയഫ്രം എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കുന്നു? അതിനെ തൊട്ടപ്പുറത്തിരിക്കുന്ന വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? എന്തായി മാറുന്നത്? ഇലക്ട്രിക്കൽ സിഗ്നലുകൾ വൈദ്യുത സിഗ്നലുകളായി മാറുന്നു. ഇത് വളരെ ഷോർട്ടായിട്ട് എഴുതിയിരിക്കുന്ന, വളരെ ലിമിറ്റഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു വർക്കിംഗ് ആണ്. അപ്പോൾ മക്കൾക്ക് ഇതിനും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഒരു പാരഗ്രാഫ് എന്ന നിലയ്ക്കോണം എഴുതാനായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ മക്കളെ സഹായിക്കും. പേജ് നമ്പർ 61, ഇംഗ്ലീഷ് മീഡിയത്തിന്റെയും മലയാളം മീഡിയത്തിന്റെയും പേജ് നമ്പർ 61 പരിശോധിക്കാം. 61 ഏറ്റവും മുകളിലെ പേജ് മുമ്പ് നോക്കാം. ഇവിടെ 2 ബോക്സുകൾ കിടപ്പുണ്ട്. ഹെഡിങ് തന്നെ അതാണ്, ദ വർക്കിംഗ് ഓഫ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെ
പ്രവർത്തനം. ഈ പാരഗ്രാഫ് പഠിച്ചായാലും നിങ്ങൾക്ക് വർക്കിംഗ് എഴുതാം. ഓക്കെ, അപ്പം പേജ് നമ്പർ 61 ഏറ്റവും മുകളിൽ നമ്മുടെ മൈക്രോഫോണിന്റെ വർക്കിംഗ് കിടപ്പുണ്ട്. ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. വർക്കിംഗ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സാർ വെറുതെ പറയുന്നല്ല, സാർ അതിന്റെ ചോദ്യം കൂടി മക്കളെ ഒന്ന് കാണിച്ചു തരാം. നോക്കേ, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എംബഡ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതേ കിടക്കുന്നു, നമ്മളുടെ മൈക്രോഫോൺ ദേ കിടക്കുന്നു. തൊട്ട് മുന്നേ നമ്മൾ കണ്ട ഫിഗർ ആണ്. ഇതിനകത്ത് പിയും ക്യൂവും എന്താണെന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പിയും ക്യൂയും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഡയഫ്രോം അല്ലെങ്കിൽ നമ്മുടെ വോയിസ് കോയിലുമാണെന്നൊക്കെ നമുക്കറിയാം അല്ലെ. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഫിഗർ നോക്കാനായി പറഞ്ഞത്. ഫിഗർ നമ്മൾ നോക്കി, പി നമ്മൾക്ക് എന്താണ്, ക്യൂ എന്താണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദ ഡിവൈസ്. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പാഠത്തിന്റെ പേരാണെന്ന് സാർ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഒരു മൈക്രോഫോണിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, വൈദ്യുത കാന്തിക പ്രേരണമാണ്. മൂന്നാമത് കൊടുത്ത് നോക്കിയേ, ഡിസ്ക്രൈബ് ദ വർക്കിംഗ്. ഇതിന്റെ പ്രവർത്തനം ഡിസ്ക്രൈബ് ചെയ്യുക. പ്രവർത്തനം നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഡിസ്ക്രൈബ് ദ വർക്കിംഗ്. അതിന് വേണ്ടിയിട്ടാണ് പേജ് നമ്പർ തൊട്ട് മുന്നേ സാറ് ഈ പേജ് നമ്പർ കാണിച്ച് ഇതെന്ത് ചെയ്തത്, വർക്കിംഗ് പഠിച്ചത്. അപ്പോൾ വർക്കിംഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് നമ്മൾക്ക് എന്ത് ചോദിച്ചു, ഇതൊക്കെ കാണിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചോദിച്ചിരുന്നു, നമ്മളുടെ ഫിഗർ വെച്ചിട്ട് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചു. പാർട്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം നമുക്ക് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ നിന്ന് നമുക്ക് പ്രധാനപ്പെട്ട എന്താണ് പവർ സ്റ്റേഷൻ എന്നുള്ളൊരു ചോദ്യം നമുക്ക് ചോദിക്കാറുണ്ട്. ദെൻ ഇലക്ട്രിസിറ്റി വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ, വൈദ്യുതി വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് പവർ സ്റ്റേഷനുകൾ. ഓക്കെ, ഡാമുകൾ മാത്രമല്ല ഒരിക്കലും പവർ സ്റ്റേഷനുകൾ എന്ന് പറയുന്നത്. വൈദ്യുതി വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പ്ലേസസിലെയും സെന്ററുകളെയും കേന്ദ്രങ്ങളെയും നമുക്ക് എന്തെന്ന് പറയാം, പവർ സ്റ്റേഷൻസ് എന്ന് പറയാം. പവർ സ്റ്റേഷനുകളിൽ അതിൻ്റെ സോഴ്സായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ന്യൂക്ലിയർ എനർജി നമ്മൾ ഉപയോഗിക്കാറുണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ, സോളാർ എനർജി ഉപയോഗിക്കാറുണ്ട്, വിൻഡ് എനർജി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാം, ഡാമുകളാണ് നമുക്ക് കൂടുതൽ പരിചിതം അല്ലെ. നമ്മുടെ നാടുകളിൽ കൂടുതലുമായിട്ട് വൈദ്യുതി, കേരളം എന്നുള്ള സംസ്ഥാനം എടുത്ത് നോക്കുമ്പോൾ വൈദ്യുതി കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഡാമുകളിലെ വെള്ളത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആശ്രയിക്കുന്നത്. ഇതൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന എനർജിയുടെ സ്രോതസ്സുകൾ, സോഴ്സസ് ആണ്. ശേഷം ഒരു ട്രാൻസ്മിഷൻ ലോസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് മിക്ക ജില്ലകളിലും നമ്മളുടെ ഡാമുകളുള്ള ജില്ലകൾ കുറവാണ്. അപ്പോൾ പക്ഷേ ഈ ജില്ലകളിലെല്ലാം നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. മറ്റ് ജില്ലകളിൽ നിന്നോ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ നമ്മൾ കൊണ്ടുവരുന്ന വൈദ്യുതി ഉപയോഗിച്ചാണ് ചില ജില്ലകളിൽ നമ്മൾ ഇപ്പോഴും ഇലക്ട്രിസിറ്റിയുടെ ആ ഒരു ആവശ്യകത നികത്തുന്നത്. അപ്പോൾ ദൂരസ്ഥലങ്ങളിലേക്ക് വൈദ്യുതി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ നൽകുന്ന പവർ നഷ്ടമാകാം, എനർജി ഹീറ്റിന്റെ രൂപത്തിൽ നഷ്ടമാകാം, നമ്മൾ നൽകുന്ന ഊർജം വൈദ്യുതി രൂപത്തിൽ നഷ്ടമാകാം. ട്രാൻസ്മിഷൻ ലോസ് എന്താണെന്ന് പഠിക്കണം. ഓക്കെ, എന്താണ് ദൂരസ്ഥലങ്ങളിലേക്ക്, when electricity is transmitted to distant places there is a loss of energy in the form of heat, this is transmission loss. ഉൽപാദന കേന്ദ്രത്തിൽ നിന്നും വൈദ്യുതി ദൂരസ്ഥലങ്ങൾ എന്ന് എഴുതിയാൽ മതി, വിദൂര സ്ഥലങ്ങളിലേക്ക് പ്രേക്ഷണം ചെയ്യുമ്പോൾ താപോർജം ഉണ്ടാകുന്നു, വൈദ്യുതി താപരൂപത്തിൽ നഷ്ടമാകുന്നു. ഓക്കെ, അപ്പോൾ ദൂരസ്ഥലങ്ങളിലേക്ക് നമ്മളിങ്ങനെ അയക്കുമ്പോൾ അവിടെ നിന്ന് 100 അയച്ചിട്ടുണ്ടാവും, ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ 100 ഉണ്ടാവില്ല, 100ൽ കുറവായിരിക്കും. എവിടെയാണ് ഈ കുറവ് സംഭവിച്ചത്, നമ്മൾ അയച്ച ആ ഒരു ഊർജം താപരൂപത്തിൽ, ഹീറ്റ് രൂപത്തിൽ നഷ്ടമാവുന്നുണ്ട്. അപ്പോൾ ലോസ് ആണത്, ആ നഷ്ടം, അതാണ് നമ്മളെ പ്രസരണ നഷ്ടം അഥവാ നമ്മളുടെ ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുന്നത്. നമ്മൾ ആരും ട്രാൻസ്മിഷൻ ലോസ് അല്ല, നമ്മൾ ആരും ലോസ് സഹിക്കാൻ തയ്യാറായിട്ടുള്ളവരല്ല, നഷ്ടം സഹിക്കാൻ തയ്യാറായിട്ടുള്ളവരല്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ മെത്തേഡ് ടു റെഡ്യൂസ് ദ ട്രാൻസ്മിഷൻ ലോസ്. ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാനുള്ള മെത്തേഡ് ഏതാണ്? വളരെ എളുപ്പമാണ്, കറണ്ട് കുറയ്ക്കുക, വോൾട്ടേജ് കൂട്ടുക. ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാനുള്ള ഒരു മെത്തേഡ് എന്താണ്? കറണ്ട് കുറച്ച് വോൾട്ടേജ് കൂട്ടി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക. For reducing transmission loss, decrease I and increase V. I എന്നാൽ കറണ്ട് കുറയ്ക്കുക, V കൂട്ടുക. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എങ്ങനെയെല്ലാം നമുക്ക് ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാം? I കുറയ്ക്കുക, V കൂട്ടുക. ഓക്കെ, ഏറ്റവും അവസാനം ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ വരുന്നുണ്ട്. ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനിൽ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഈ ഫിഗർ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഈ ഫിഗറിൽ നമുക്ക് നമ്മളുടെ വീടുകളിലേക്ക് ലൈൻ കമ്പികൾ വരുന്നതിൽ നിന്നും ലൈൻ വലിക്കുമ്പോൾ ആദ്യം പോകുന്ന ഡിവൈസ് ഏതാണ്? വാട്ട് മീറ്റർ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആദ്യം കണക്ഷൻ പോകുന്നത് ഏത് ഡിവൈസിലേക്കാണ്? വാട്ട് അവർ മീറ്ററിലേക്കാണ്.
ആദ്യം കണക്ഷൻ പോകുന്നത്, കറണ്ട് കണക്ഷൻ ആദ്യം പോകുന്നത് ഏത് ഉപകരണത്തിലേക്കാണ്? വാട്ട് അവർ മീറ്ററിലേക്കാണ്. വൈദ്യുതി അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് വാട്ട് അവർ മീറ്റർ. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു മെഷർ ദി ഇലക്ട്രിക്കൽ എനർജി. കേരളത്തിൽ വൈദ്യുതി സപ്ലൈ ചെയ്യുന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അഥവാ KSEB നമ്മുടെ വീടുകളിൽ വൈദ്യുതി ബില്ലുകൾ നൽകാൻ വേണ്ടിയിട്ട് വൈദ്യുതിയുടെ ഉപയോഗം അളക്കാൻ വെച്ചിരിക്കുന്ന ഒരു യന്ത്രം എന്ന് തന്നെയാണ് വാട്ട് അവർ മീറ്റർ എന്ന് പറഞ്ഞ. വാട്ട് അവർ മീറ്ററിൽ എനർജിയുടെ, ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ് KWH അഥവാ കിലോ വാട്ട് അവർ. പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കുന്നു, വൈദ്യുതിയുടെ വ്യാവസായിക യൂണിറ്റ്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. വൈദ്യുതിയുടെ വ്യാവസായിക യൂണിറ്റ്, ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്താണ്? വാട്ട് അവർ ആണ്, കിലോ വാട്ട് അവർ, KWH. എന്താണ് KWH എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ഡിവൈസ് ഓഫ് പവർ 1000 വാട്ട് വെൻ യൂസ്ഡ് ഫോർ 1 അവർ. 1000 വാട്ടുള്ള ഒരു ഡിവൈസ് 1 മണിക്കൂർ നേരത്തേക്ക് പ്രവർത്തിപ്പിച്ചാൽ അത് കൺസ്യൂം ചെയ്ത എനർജി എത്രയാണോ അതിനെ നമുക്ക് 1 യൂണിറ്റ് എന്ന് പറയാം, അതായത് 1 കിലോ വാട്ട് അവർ. മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, 1000 വാട്ടുള്ള ഒരു ഡിവൈസ് എത്ര നേരത്തേക്ക് പ്രവർത്തിപ്പിച്ചു? 1 മണിക്കൂർ നേരത്തേക്ക് പ്രവർത്തിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച വൈദ്യുതി എത്ര, അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ച കൺസ്യൂം ചെയ്ത എനർജി എത്ര? 1 kWh, 1 കിലോ വാട്ട് അവർ, 1 കിലോ വാട്ട് അവർ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പഠിച്ചിട്ടുണ്ടാവണം. ദേ കിടക്കുന്നു വാട്ട് അവർ മീറ്ററുമായി ബന്ധപ്പെട്ട് കൊമേഴ്ഷ്യൽ യൂണിറ്റ് 1 kWh. സാർ ഇപ്പോൾ പറഞ്ഞ കാര്യം പേജ് നമ്പർ 65 ദേ കിടക്കുന്നു 2 ബോക്സ്. ഓക്കെ, നിങ്ങൾക്ക് ടെക്സ്റ്റ് റെഫർ ചെയ്ത് തന്നെ ഒട്ടുമിക്ക കാര്യങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ചെയ്യുന്ന തന്നെ പഠിക്കാം. ശേഷം ഒരു ഇക്വേഷൻ കിടപ്പുണ്ട്, ദേ കിടക്കുന്നു നമ്മൾ 2 ഇക്വേഷൻസ് കിടപ്പുണ്ട്. ആ ഇക്വേഷൻ പഠിക്കണം. നമ്മൾ കൺസ്യൂം ചെയ്ത എനർജി കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ, അതാണ് സാർ അടുത്ത് കാണിക്കാൻ പറഞ്ഞത്. ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി കാണിച്ച ഇക്വേഷൻ തന്നെയാണ്, തൊട്ടു മുന്നേ വീണ്ടും ഒന്ന് നോക്കിക്കോ. ദേ കിടക്കുന്നു ആ ഇക്വേഷൻ. നമ്മൾ കൺസ്യൂം ചെയ്ത എനർജി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, എനർജി ഇൻ വാട്ട് അവർ, കിലോ വാട്ട് അവർ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മളുടെ പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവർ ഡിവൈഡഡ് ബൈ സമയം. സമയം എന്നല്ല, ഡിവൈഡഡ് ബൈ 1000, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വാട്ടിലുള്ള പവർ മണിക്കൂറിലെ സമയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എപ്പോഴും ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ മണിക്കൂറിലെ സമയം കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യുക. ഉദാഹരണം, നിങ്ങൾക്ക് 30 മിനിറ്റ് എന്ന് തന്നാൽ അത് അരമണിക്കൂറാണ്. 30 മിനിറ്റ് എന്ന് തന്നാൽ അത് അരമണിക്കൂർ. ഇൻറ്റു 30 ചെയ്യരുത്, ഇൻറ്റു 30 ചെയ്യരുത്. 30 മിനിറ്റ് എന്നാൽ അരമണിക്കൂറാണ്, ഹാഫ് ആൻ അവർ ആണെന്ന് എപ്പോഴും ഓർക്കുക. ഡിവൈഡഡ് ബൈ 1000. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷവും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കാം. ഒരു വീട്ടിൽ 5 CFL ലാമ്പുകളുണ്ട്, 20 വാട്ടിന്റെ, 4 മണിക്കൂറത്തേക്ക് പ്രവർത്തിക്കുന്നു. 4 ഫാനുകളുണ്ട്, 60 വാട്ടിന്റെ, 5 മണിക്കൂറത്തേക്ക് പ്രവർത്തിക്കുന്നു. എങ്കിൽ ആ വീട്ടിലെ ഡെയിലി കൺസപ്ഷൻ എത്ര? ഒന്ന് ശ്രദ്ധിക്കുക. എത്ര ലാമ്പുകളുണ്ട്? 5 ലാമ്പുകളുണ്ട്. ഓരോ ലാമ്പുകളും 20 വാട്ടിന്റെ. അപ്പോൾ 5 ലാമ്പുകൾ, ഓരോ ലാമ്പുകൾ 20 വാട്ടിന്റെ. 4 മണിക്കൂറാണ് ഒരു ദിവസം ഈ 5 ലാമ്പുകളും കത്തിച്ചിടുന്നത്. 4 മണിക്കൂർ വീതം 5 ലാമ്പുകളും കത്തിച്ചിടുന്നു. ഇനി 4 ഫാനുകളുണ്ട്, ഓരോ ഫാനും 60 വാട്ടിന്റെയാണ്. ആ വീട്ടിൽ 5 മണിക്കൂർ നേരം ഫാൻ പ്രവർത്തിപ്പിക്കും. ഓരോ ഫാനും 60 വാട്ടിന്റെയാണ്. അങ്ങനെ 4 ഫാൻ ഉണ്ട്. ആ വീട്ടിലെ ആ ഡെയിലി കൺസപ്ഷൻ, എനർജി കൺസപ്ഷൻ എത്ര? അതിന് കണ്ടുപിടിക്കാൻ നമുക്ക് ആകെ അറിയുന്ന ഇക്വേഷൻ പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവർ ഡിവൈഡഡ് ബൈ 1000. ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കുക. 5 CFL ഉണ്ട്. 5 CFL ആകുമ്പോൾ 5 × 20 100 വാട്ട്. ഇനി ഫാനിന്റെ പവർ എത്രയാണ്? 4 ഫാൻ ഉണ്ട്. 4 × 60, ഓരോ ഫാനും 60 ആണ്. 4 × 60 240 വാട്ട്. ഇനി ടൈം കൂടി നോക്കാം. 100 × 4. എന്തുകൊണ്ടാണ് 4 വന്നത്? 4 ഹവേഴ്സിലാണ് വർക്ക് ചെയ്യണത് CFL. അപ്പോൾ അത് 0.4 ഡിവൈഡഡ് ബൈ 1000 വന്നപ്പോൾ 0.4. ശേഷം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫാനിൻ്റെയാണ്. ഫാൻ എത്ര മണിക്കൂറാണ് കത്തിച്ചിടുന്നത് അല്ലെങ്കിൽ ഓൺ ആക്കിയിടുന്നത്? 5 മണിക്കൂർ വീതമാണ്. അപ്പോൾ 240. ആ നമ്മളുടെ എത്ര ഫാൻസ് ഉണ്ടായിരുന്നു? 4 ഫാനുകൾ ആവുമ്പോൾ 240 ആണ്. 240 × 5, 5 മണിക്കൂർ നേരത്തേക്ക് പ്രവർത്തിക്കുന്നു. ഡിവൈഡഡ് ബൈ 1000, 1.2. ടോട്ടൽ കണ്ടുപിടിക്കണ്ടേ? ടോട്ടൽ കണ്ടുപിടിക്കാൻ 1.2 + 0.4, 1.2 0.4 കൂടി കൂട്ടുമ്പോൾ 1.6 യൂണിറ്റ്. ഇതേ മാതൃകയിലുള്ള ക്വസ്റ്റ്യൻ, സെയിം മാതൃകയിലുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ചോദിച്ചു. കഴിഞ്ഞ വർഷം സെക്കൻഡ് ടെർമിനൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദേ കിടക്കുന്നു. ഇവിടെ ഒരു ഡിവൈസ് തന്നു. ഈ പിക്ചർ തന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ആ പിക്ചർ നമ്മൾ നോക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ ഈ പിക്ചർ തന്നിട്ട് റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് ദ ഡിവൈസ് ഇസ് വാട്ട് അവർ മീറ്റർ. ഈ പടം ക്വസ്റ്റ്യൻ പേപ്പറിൽ നൽകിയിട്ടുണ്ടായി. ശേഷം 5 CFL പോലെ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ, 5 LED ലാമ്പിൻ്റെ. നമ്മൾ ചെയ്ത അതേ മാതൃകയിലുള്ള ക്വസ്റ്റ്യൻ, ചെറിയ മാതൃക. CFL എന്നുള്ളത് LED ആയെന്നുള്ളൂ. അതേ മാതൃകയിലുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ സാറ് ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടുത്തിയാണ്. ക്വസ്റ്റ്യൻ ഒരെണ്ണം ചെയ്തുകൊണ്ട് വീണ്ടും ആ ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സേഫ്റ്റി മെഷേഴ്സ് ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ ആണ്. നമ്മുടെ വീടുകളിൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് MCB, ELCB, RCCB. ഇതെല്ലാം ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, RCCB റെസിഡ്യുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ, എല്ലാം സർക്യൂട്ട് ബ്രേക്കർ. CB സർക്യൂട്ട് ബ്രേക്കർ. ദെൻ ELCB എന്ന് പറഞ്ഞാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. നമ്മുടെ വീടുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടോ, നമ്മുടെ വീടുകളിൽ ഒരു സർക്യൂട്ട് ഉണ്ടോ, ആ സർക്യൂട്ട് സംരക്ഷിക്കാൻ, ആ സർക്യൂട്ട് മറ്റ് പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിച്ച് നിർത്താൻ നമ്മൾ ഇത്തരം ഡിവൈസുകൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ആദ്യം തന്നെ MCB നോക്കാം. ഈ നൽകിയിരിക്കുന്നതാണ് ഒരു MCBയുടെ പടം. ഓക്കെ, ഫിഗർ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ കാണാറില്ല എങ്കിലും ഫിഗർ എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ഫിഗർ ഉള്ളതുകൊണ്ട് ഫിഗർ ഒന്ന് നോക്കി വെക്കാം. MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇത് നമ്മളെ വീടുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫ്യൂസ് വയറിന് പകരമൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡിങ്ങോ ഉണ്ടാവുന്ന സമയത്ത് നമ്മളുടെ വീടുകളിലെ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് MCB. രണ്ട് സന്ദർഭങ്ങൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കുന്നതാണ്. ഷോർട്ട് സർക്യൂട്ട് പഠിക്കുന്നുണ്ട്, ഓവർലോഡിങ്ങും പഠിക്കുന്നുണ്ട്. ഈ രണ്ട് സന്ദർഭങ്ങളിലും നമ്മളുടെ വീടുകളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനായിട്ട് ആർക്ക് സാധിക്കും? നമ്മളുടെ MCBക്ക് സാധിക്കും. ഓട്ടോമാറ്റിക്കലി ആ സർക്യൂട്ട് വിച്ഛേദിക്കാൻ ആർക്ക് സാധിക്കും? നമ്മളുടെ MCBക്ക് സാധിക്കും. ശേഷം നമ്മൾ പഠിക്കുന്നത് ELCB ആണ്, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അത് ELCBയും ഇതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി സർക്യൂട്ട് ബ്രേക്ക് ചെയ്തോളും. എപ്പോഴാണ്? ഇൻസുലേഷൻ ഫെയിലർ വല്ലതും ഉണ്ടാകുമ്പോൾ, നമ്മളുടെ വീടുകളിലെ വയറുകളിലൊക്കെ ഇൻസുലേഷൻ എന്തെങ്കിലും മോശമായി പോകുമ്പോൾ ഈ നമ്മളുടെ സർക്യൂട്ട് ബ്രേക്ക് ചെയ്ത് സർക്യൂട്ടിനെ സംരക്ഷിക്കാൻ ആർക്ക് സാധിക്കും? ELCBക്ക് സാധിക്കും. ELCBയുടെ ഫിഗർ മറ്റേതിനോട് സാമ്യം ഉണ്ടെങ്കിലും വ്യത്യസ്തം തന്നെയാണ്. നോക്കിക്കോ, ഇതാണ് ELCBയുടെ ഫിഗർ. ഓക്കെ, ELCB ഇതെല്ലാം വീടുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ELCB മറ്റു കാര്യങ്ങളും. ഏറ്റവും അവസാനം വരുന്നതാണ് RCCB. ELCB ഇപ്പോൾ ആരും നീ ഉപയോഗിക്കാറില്ല. ELCBനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് RCCB. ഓട്ടോമാറ്റിക്കലി സർക്യൂട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഏകദേശം ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെ. അതിൻ്റെ ഡെഫിനിഷൻസ് മക്കൾ പഠിക്കുക. എല്ലാത്തിലും ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യും. ആദ്യത്തേത് MCB ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടാകുമ്പോൾ, രണ്ടാമത് നമ്മൾ ഇൻസുലേഷൻ ഫെയിലർ ഉണ്ടാകുമ്പോൾ, മൂന്നാമത് കറണ്ടിന്റെ ലീക്കേജ് കണ്ടെത്തി സർക്യൂട്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ് RCCB. ആളുടെ ഫിഗറും മക്കളൊന്ന് നോക്കാം. ആളുടെ ഫിഗർ ഇതാണ്. ഓക്കെ, ശേഷം ഇതിനോടൊപ്പം തന്നെ ഈ ടോപ്പിക്കിനോടൊപ്പം തന്നെ വരുന്ന വേറൊരു കാര്യമാണ് 3-പിൻ പ്ലഗ്. 3-പിൻ പ്ലഗ് നമ്മളുടെ വീട്ടിലെ മിക്സിക്കോ വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ നമ്മുടെ അയൺ ബോക്സ്, തേപ്പ് പൊട്ടിക്കൊക്കെ നിങ്ങൾക്ക് ഒരു 3 പിന്നുള്ള പ്ലഗുകളാണ് കാണാൻ പറ്റുന്നത്. ആക്ച്വലി ഇതൊരു സുരക്ഷാ സംവിധാനമാണ്. ഇതിനകത്ത് 3 പിന്നിൽ ഒരു പിന്നാണ് നമ്മളുടെ എർത്ത് പിൻ. ഈ എർത്ത് പിന്ന് അല്ലെങ്കിൽ എർത്തിങ്ങുമായി ബന്ധപ്പെട്ട് ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 3-പിൻ പ്ലഗ്. മക്കളെ, ഈ എർത്ത് പിന്നിന് നീളം കൂടുതലും വണ്ണം കൂടുതലും ആയിരിക്കും. മക്കൾ ആ പ്ലഗ് എടുത്ത് നോക്കുക. വീട്ടിലെ മിക്സിയുടെയോ അല്ലെങ്കിൽ അയൺ ബോക്സിന്റെ പ്ലഗിൽ എടുത്ത് നോക്കുമ്പോൾ ഈ മൂന്നാമത് മുകളിൽ കിടക്കുന്ന പിന്നിന് നീളം കൂടുതലും വണ്ണം കൂടുതലും ആയിരിക്കാം. എന്തുകൊണ്ട് നീളം കൂടുന്നു? മക്കളൊന്ന് ആലോചിച്ചാൽ മതി. നീളം കൂടുതലാവുമ്പോൾ, ലെങ്ത് കൂടുതലാവുമ്പോൾ ആദ്യം നമ്മുടെ സോക്കറ്റിലേക്ക്, സ്വിച്ച് ബോർഡിന്റെ സോക്കറ്റിലേക്ക് പ്രവേശിക്കുന്നത് ആരാണ്? നമ്മുടെ എർത്ത് പിന്നാണ്. ദെൻ പുറത്തേക്ക് ഏറ്റവും അവസാനം ഇറങ്ങുന്നതും എർത്ത് പിന്നാണ്. ഈ സന്ദർഭങ്ങളിൽ ഇൻ കേസ് വൈദ്യുതി ലീക്കേജ് ഉള്ള ഒരു ഡിവൈസ് ആണെങ്കിൽ ഈ എർത്ത് പിന്നു വഴി ആ കറണ്ട് എർത്തിലേക്ക് പോയിക്കോളും. അപ്പോൾ അവിടെയെല്ലാം എർത്തിങ് കൊടുത്തിട്ടുണ്ടാവും. അതെല്ലാം ഒരു പവർ പ്ലഗ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻ കേസ് നമ്മളുടെ കറണ്ട് ലീക്ക് ആവുകയാണെങ്കിൽ നമുക്ക് ഷോക്ക് ഏൽക്കാതെ എർത്ത് പിൻ വഴി ഭൂമിയിലേക്ക് ആ കറണ്ട് പോകാനായിട്ട് സഹായിക്കും. അപ്പോൾ നീളം കൂട്ടി വെച്ചിരിക്കുന്നത് വെറുതെ അല്ല, അതിനൊരു പർപ്പസ് ഉണ്ട്. ആദ്യം സോക്കറ്റിലേക്ക് പ്രവേശിക്കുന്നതും അവസാനം സോക്കറ്റിന് പുറത്തേക്ക് ഇറങ്ങുന്നതും ആരായിരിക്കും? നീളം കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ എർത്ത് പിന്നായിരിക്കും. ദെൻ എർത്ത് പിന്നിന് എന്തുകൊണ്ട് വണ്ണം കൂടിയിരിക്കുന്നു? മറ്റ് 2 പിന്നുകൾ അപേക്ഷിച്ച് എർത്ത് പിന്നിന് എന്തുകൊണ്ട് വണ്ണം കൂടിയിരിക്കുന്നു? വണ്ണം കൂടുമ്പോൾ, തിക്നെസ് കൂടുമ്പോൾ എന്ത് കുറയും? റെസിസ്റ്റൻസ് കുറയും. തിക്നെസ് ഇൻക്രീസസ്, റെസിസ്റ്റൻസ് ഡിക്രീസസ്. റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് എളുപ്പത്തിൽ അതിലൂടെ ഒഴുകും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് എളുപ്പത്തിൽ അതിലൂടെ ഒഴുകിപ്പോയിക്കോളും. അപ്പം റെസിസ്റ്റൻസ് കുറയുന്നതാണ് നല്ലത്. അതിലൂടെ എളുപ്പത്തിൽ ലീക്കേജ് ഉള്ള കറണ്ടിന് ഒഴുകി പോകാനായിട്ട് പറ്റും. അപ്പം നീളം കൂടുതലുള്ളത് എന്തിനാണെന്നും വണ്ണം കൂടുതൽ എന്തിനാണെന്നും എപ്പോഴും ഓർത്തു വെക്കുക. അതിൻ്റെ നോട്ട്സ് ആണ് നമ്മൾ നൽകിയിട്ടുള്ളത്. ഓക്കെ, 3-പിൻ പ്ലഗ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുമ്പോഴും 3-പിൻ പ്ലഗ് നമ്മൾ നോക്കുന്ന എക്സ്പ്ലെയിൻ ഹൗ 3-പിൻ പ്ലഗ് എൻഷുവേഴ്സ് ബെറ്റർ സേഫ്റ്റി ഫ്രം ഇലക്ട്രിക് ഷോക്ക്.
ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസറായി. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യമാണ് എഴുതി വെക്കേണ്ടത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 3 പിൻ പ്ലഗ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, റെക്ടിഫയർ നമ്മൾ അധികം ചോദിച്ചു കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. AC-നെ DC ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, ഒരു ഡിവൈസ് ആണ് റെക്ടിഫയർ. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. AC കറണ്ടിനെ DC ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് റെക്ടിഫയർ. ഏറ്റവും അവസാനത്തെ പോയിന്റിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഇലക്ട്രിക് ഷോക്കാണ് കിടക്കുന്നത്. ഒരു ജനറൽ അവയർനെസ് എന്ന നിലയ്ക്ക് നമ്മൾ ജീവിതത്തിന്റെ ഭാഗമായി നടക്കാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നേരിടാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് ഇലക്ട്രിക് ഷോക്ക്. ഇലക്ട്രിക് ഷോക്ക് കിട്ടുമ്പോൾ വാട്ട് ആർ ദ ഫസ്റ്റ് എയ്ഡ് ടു ബി ഗിവൺ ആണ്. ഇലക്ട്രിക് ഷോക്ക് വരുമ്പോൾ നമുക്കറിയാലോ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് എന്തൊക്കെയാണ്. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക, കൃത്രിമ ശ്വാസം നമുക്ക് കൊടുക്കുക. ആദ്യം തന്നെ ചെയ്യേണ്ടത് കട്ട് ഓഫ് ദി ഇലക്ട്രിക് കണക്ഷനാണ്. കണക്ഷൻ കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത വളരെയധികമാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയുക, ബോഡി മസാജ് ചെയ്യുക, ടെമ്പറേച്ചർ കൂടാൻ വേണ്ടി ബോഡി മസാജ് ചെയ്യുക, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക, കൃത്രിമ ശ്വാസം കൊടുക്കുക, എത്രയും വേഗം അദ്ദേഹത്തിന് ഹോസ്പിറ്റലിലേക്ക് എത്തുക. ടേക്ക് ദ വിക്ടിം ഇമ്മീഡിയറ്റ്ലി ടു ദ ഹോസ്പിറ്റൽ. അതൊരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഏറ്റവും അവസാനം എഴുതി പിടിപ്പിക്കുക. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് നമുക്ക് ചോദിക്കാറുണ്ട്. മക്കളപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് പേജ് നമ്പർ 69, 70 2 പേജസ് ആണ് സാറ് കാണിച്ചിരിക്കുന്നത്. നേരത്തെ കാണിച്ച പോലെയല്ല, ഇത് 69ാമത്തെ പേജും 70ാമത്തെ പേജും പരിശോധിച്ചു കഴിഞ്ഞാൽ ഷോക്ക് ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ഈ നൽകിയിരിക്കുന്ന പ്രിക്കോഷൻസ്. ഇനി ഷോക്ക് ഏറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് എയ്ഡുകൾ, ഈ നൽകിയിരിക്കുന്ന പോയിന്റുകൾ എഴുതണം. അപ്പോൾ പേജ് നമ്പർ 69, 70 പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ ദേ കിടക്കുന്ന പോയിന്റുകളായിട്ട്. ദെൻ ഇനി നമുക്ക് ഷോക്ക് ഏറ്റു കഴിഞ്ഞാൽ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡുകൾ ഈ പോയിന്റിൽ കൊടുക്കുന്നു. സ്പെഷ്യൽ പർപ്പസിന്റെ കുറച്ച് മുൻകരുതലുകൾ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് മക്കളൊന്ന് വായിച്ചു പോയാൽ ഈ ടോപ്പിക്ക് മക്കൾക്ക് ആൻസർ ഇതൊന്നും വായിക്കാതെ തന്നെ എഴുതാൻ പറ്റും. അത്യാവശ്യം ഒരു ഷോക്ക് ഏൽക്കാതിരിക്കാനുള്ള കാര്യങ്ങളും ഷോക്ക് ഏറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും പേജ് നമ്പർ 69, 70 ആയിട്ട് തന്നെ ടോപ്പിക്സ് കിടപ്പുണ്ട്. മുൻകരുതലുകൾ ഇവിടെ കിടക്കുന്നു, ഫസ്റ്റ് എയ്ഡുകൾ ഈ പറഞ്ഞ പോയിന്റുകളിൽ കിടക്കുന്നു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു അവോയ്ഡ് ഇലക്ട്രിക് ഷോക്ക്? എനി ഫോർ 4 ചോദിക്കാം. ഇൻ കേസ് ഫസ്റ്റ് എയ്ഡ് ഏതൊക്കെ? ഫസ്റ്റ് എയ്ഡ് എനി ഫോർ ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. ഏതെങ്കിലും 4 പ്രിക്കോഷൻസും 4 ഫസ്റ്റ് എയ്ഡുകളും മക്കൾ നന്നായി എന്ത് ചെയ്യുക? നന്നായി പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മൾ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വിന്നേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ടായിട്ട് നൽകിയിട്ടുള്ളത്. സാർ അപ്പോൾ വീണ്ടും പറയുന്നു, മുൻ വർഷങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം പോലും ഉണ്ടായിരുന്നില്ല. ഈ വർഷങ്ങളിൽ നമ്മൾക്ക് ഒരു ചാൻസ് എടുക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ പ്രിപ്പറേഷന് വേണ്ടി ഈ ചാപ്റ്റർ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മക്കൾക്കത് വളരെ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. എന്തായാലും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെയായിരിക്കും നമുക്ക് മേജർ മാർക്സിനുള്ള ക്വസ്റ്റ്യൻ. നമ്മളുടെ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെയായിരിക്കും മുഴുവൻ അല്ലെങ്കിൽ ഏകദേശം നല്ല ഹെവി മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നായിരിക്കും. ശേഷം സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന്. ഇൻ കേസ് തേർഡ് ചാപ്റ്ററിൽ നിന്ന് വരികയാണെങ്കിൽ അറൗണ്ട് ഒരു 10 മാർക്കിൽ താഴെയുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ പാഠവും മക്കൾക്ക് ഉപകാരപ്പെടട്ടെ. തുടർന്നും വിന്നേഴ്സ് കോച്ചിങ് സെന്ററിന്റെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള മറ്റു വിഷയങ്ങളുടെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.